ഹായ് ഓൾ, നമ്മളിന്ന് +1 ചാപ്റ്ററില ഫോക്കസ് ഏരിയയില്ല 5ാമത്തെ ചാപ്റ്ററായ ലോസ് ഓഫ് മോഷനാണ് തുടങ്ങാൻ വേണ്ടി. നമുക്കറിയാം ലോസ് ഓഫ് മോഷനിൽ ഒരുപാട് ശരിക്കും പറഞ്ഞാൽ ഈ ചാപ്റ്റർ ഭയങ്കര ലെങ്തി ചാപ്റ്ററാണ്. ഈ ലെങ്തി ചാപ്റ്റർ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ മാത്രം ഉൾപ്പെടുത്തിയാണ് നമ്മൾ ഇന്ന് എടുക്കാൻ വേണ്ടി പോകുന്നത്. ഓക്കെ, സോ ലോസ് ഓഫ് മോഷനിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ടോപ്പിക്സ് മാത്രമാണ് ഡിസ്കസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, നമ്മൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കേണ്ട 3-4 കാര്യങ്ങൾ പറഞ്ഞതിന് ശേഷം ഞാൻ ലോസ് ഓഫ് മോഷനിലേക്ക് വരുന്നു. ഒരു ബോഡി, ആ ബോഡിയുടെ മാസ് m ആണെങ്കിൽ ആ ബോഡി ജസ്റ്റ് മൂവ് ചെയ്യുന്നുവെങ്കിൽ, ഫോർ എക്സാമ്പിൾ ഒരു ബ്ലോക്കാണ്, ഈ ബ്ലോക്കിൻ്റെ മാസ് m ആണ്. ഇഫ് ഇറ്റ് ഈസ് മൂവിങ് ഇൻ ദാറ്റ് ഡയറക്ഷൻ വിത്ത് എ വെലോസിറ്റി v, ദെൻ നമുക്ക് പറയാൻ പറ്റും ആ ഒരു ബോഡിയുടെ മൊമെൻറ്റം എന്ന് പറഞ്ഞാൽ എന്താണ് മൊമെൻറ്റം. ഓക്കെ, if a body is moving with a velocity v, then momentum is equal to the product of mass and velocity. So ആദ്യത്തെ ഹെഡിങ് ആണ് ലോസ് ഓഫ് മോഷനിൽ എന്താണ് മൊമെൻറ്റം, വാട്ട് ഈസ് മൊമെൻറ്റം. ഇപ്പോൾ മിക്കവാറും എക്സാമുകളിലൊക്കെ ചോദിക്കും വാട്ട് ഈസ് മൊമെൻറ്റം ഓർ വാട്ട് ഈസ് ദ യൂണിറ്റ് ഓഫ് മൊമെൻറ്റം, വാട്ട് ഈസ് ദ ഡയമെൻഷൻ ഫോർമുല. അപ്പോൾ നിങ്ങളോട് മൊമെൻറ്റം ചോദിച്ചാൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇറ്റ് ഈസ് ദ പ്രോഡക്റ്റ് ഓഫ് മാസ് ആൻഡ് വെലോസിറ്റി. സോ ഇതാണ് മൊമെൻറ്റം എന്ന് പറയുന്നത്. നിങ്ങൾക്കറിയാം വെലോസിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതെന്ത് ക്വാണ്ടിറ്റിയാണ്? ഇറ്റ് ഈസ് എ വെക്ടർ ക്വാണ്ടിറ്റി. സോ മൊമെൻറ്റവും എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഓൾസോ എ വെക്ടർ ക്വാണ്ടിറ്റിയാണ്. മൊമെൻറ്റവും ഒരു വെക്ടർ ക്വാണ്ടിറ്റിയാണ്. ഇനി നമുക്ക് പറയേണ്ട അതേപോലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് മൊമെൻറ്റത്തിൻ്റെ യൂണിറ്റ് എന്താണ്. മൊമെൻറ്റത്തിൻ്റെ യൂണിറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ എഴുതുന്നത് മാസിൻ്റെ യൂണിറ്റ് നിങ്ങൾക്കറിയാം കിലോഗ്രാം ആണ്. വെലോസിറ്റിയുടെ യൂണിറ്റ് അറിയാം കിലോഗ്രാം പെർ മീറ്റർ പെർ സെക്കൻഡ് ആണ്. So the unit of momentum is kilogram meter per second. What is the dimension of momentum? M ന്റെ ഡയമെൻഷൻ ക്യാപിറ്റൽ M. മാസ് അല്ലേ, മാസിൻ്റെ ഡയമെൻഷൻ എന്താണ്? M ആണ്. വെലോസിറ്റിയുടെ ഡയമെൻഷൻ എന്താണ്? LT⁻⁻1. ഓക്കെ, സോ മൊമെൻറ്റത്തിൻ്റെ യൂണിറ്റ് കിലോഗ്രാം മീറ്റർ പെർ സെക്കൻഡ്, മൊമെൻറ്റത്തിൻ്റെ ഡയമെൻഷൻ ML/T⁻⁻1. ദിസ് ഇസ് ഓൾ അബൌട്ട് മൊമെൻറ്റം. ഓക്കെ, ഇനി നമുക്ക് മൊമെൻറ്റം കഴിഞ്ഞാൽ നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 1-2 കാര്യങ്ങൾ നമുക്കിവിടെ വേണം. അതിലൊന്ന് നിങ്ങൾ പഠിച്ചിട്ടുണ്ട് ന്യൂട്ടൺ ഫസ്റ്റ് ലോ, ന്യൂട്ടൺ സെക്കൻഡ് ലോ, ന്യൂട്ടൺ തേർഡ് ലോ. ഫസ്റ്റ് ലോ പറയുന്നത് നമുക്കിവിടെ ഫോക്കസ് ഏരിയയിൽ സെക്കൻഡ് ലോക്കാണ് ഇമ്പോർട്ടൻ്റ് കൊടുത്തിട്ടേക്കുന്നത്. ഓക്കെ, അപ്പം നമ്മുടെ ഫോക്കസ് ഏരിയയിൽ സെക്കൻഡ് ലോ ആയി മാത്രം നമ്മൾ മുന്നോട്ട് പോയാൽ മതി. എന്നാലും ജസ്റ്റ് ഒന്ന് ഞാൻ പറയുന്നു എന്താണ് ഫസ്റ്റ് ലോ എന്ന് പറയാം. ഫസ്റ്റ് ലോ എന്ന് പറഞ്ഞാൽ നമുക്ക് ഫസ്റ്റ് ലോ പറഞ്ഞാൽ ന്യൂട്ടൺ ഫസ്റ്റ് ലോ എന്ന് പറയുന്നതിന് പകരം അവർ ലോ ഓഫ് ഇനേഷ്യ എന്നും കൂടി പറയുന്നുണ്ട്. ഇനേഷ്യ എന്ന് പറഞ്ഞാൽ എന്താണ്? മലയാളത്തിൽ അതിനെ ജഡത്വം എന്ന് പറയുന്നു. ദ ഇനാബിലിറ്റി ഓഫ് എ മെറ്റീരിയൽ ടു മൂവ് ടു അപ്പോസ് ദ റെസിസ്റ്റ് ഓഫ് മോഷൻ എന്ന് വേണേൽ പറയാം. അത് മൂവ് ചെയ്യാൻ കഴിയാതെ, സ്വന്തമായിട്ട് മൂവ് ചെയ്യാൻ കഴിയാതെയുള്ള ആ ഒരു സ്വന്തമായിട്ടുള്ള ആ ബോഡിക്ക് മൂവ് ചെയ്യാൻ കഴിയുന്നില്ല, ആ ഒരു പ്രോപ്പർട്ടിയെ വിളിക്കുന്ന പേരാണ് ഇനേഷ്യ എന്ന് പറയുന്നു, ജഡത്വം. സോ ന്യൂട്ടൻ്റെ ഫസ്റ്റ് ലോ എന്ന് പറയുന്നത് ലോ ഓഫ് ഇനേഷ്യ ആണ്. അത് പറയുന്നത് ഇറ്റ് സ്റ്റേറ്റ് ദാറ്റ് ദ ലോ ഓഫ് അല്ലെങ്കിൽ ലോ ഓഫ് ഫസ്റ്റ് ലോ ഓഫ് ന്യൂട്ടൺ അല്ലെങ്കിൽ ലോ ഓഫ് ഇനേഷ്യ പറയുന്നത് എ ബോഡി കനോട്ട് മൂവ്. ആ ഒരു എക്സ്പ്ലനേഷൻ ഇങ്ങനെയാണ് വരുന്നത്. ദാറ്റ് മീൻസ് എവറി ബോഡി കണ്ടിന്യൂസ് ഇൻ ഇറ്റ്സ് റെസ്റ്റ് ഓർ സ്റ്റേറ്റ് ഓഫ് മോഷൻ അൺടിൽ ആൻ എക്സ്റ്റേണൽ അൺബാലൻസ്ഡ് ഫോഴ്സ് ആക്ട് ഓൺ ഇറ്റ്. ഒരു അൺബാലൻസ്ഡ് ഫോഴ്സ് ആക്ട് ചെയ്യുന്നത് വരെ ആ ബോഡി ഒന്നല്ലെങ്കിൽ റെസ്റ്റിലായിരിക്കും അല്ലെങ്കിൽ അത് മോഷനിലായിരിക്കും. ദിസ് ഈസ് ന്യൂട്ടൺ ഫസ്റ്റ് ലോ. അപ്പോൾ ന്യൂട്ടൺ പറയുന്നത് എന്താണ്? ഒരാളിങ്ങനെ വെറുതെ ഇങ്ങനെ നിന്നുകൊണ്ടിരിക്കും. ഫോർ എക്സാമ്പിൾ ഈ ബോഡി റെസ്റ്റിലാണ്, ഞാൻ ഇതിന് ശരിക്കും ഒരു ബിഗ് ഫോഴ്സ് കൊടുത്ത് അപ്ലൈ ചെയ്യുമ്പോൾ ഇയാൾ എന്ത് ചെയ്യും? മൂവ് ചെയ്യാൻ തുടങ്ങും. സോ എവറി ബോഡി കണ്ടിന്യൂസ് ഇൻ ഇറ്റ്സ് റെസ്റ്റ് ഓർ സ്റ്റേറ്റ് ഓഫ് റെസ്റ്റ് ഓഫ് മോഷൻ ഓർ മോഷൻ അൺടിൽ ആൻ എക്സ്റ്റേണൽ ഫോഴ്സ് ആക്ടിങ് ഓൺ ഇറ്റ്. ഒരു എക്സ്റ്റേണൽ ഫോഴ്സ് കൊടുക്കുന്നത് വരെ ആ ബോഡി മൂവ് ചെയ്തുകൊണ്ടിരിക്കും. മൂവ് ചെയ്യുന്ന ആളാണെങ്കിൽ മൂവ് ചെയ്തുകൊണ്ടിരിക്കും, ഇനി റെസ്റ്റിലാളാണെങ്കിൽ അത് റെസ്റ്റിലായിരിക്കും. ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ആദ്യം നമ്മളിതിനെ വിളിക്കുന്നത് ന്യൂട്ടൻ്റെ ഫസ്റ്റ് ലോ എന്നാണ്. എന്താണ് ന്യൂട്ടൺ സെക്കൻഡ് ലോ? അത് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ പഠിക്കുന്നതാണ്. ന്യൂട്ടൻ്റെ സെക്കൻഡ് ലോ ആണ്, ശ്രദ്ധിച്ചോളൂ. ന്യൂട്ടൺ സെക്കൻഡ് ലോ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയ ലോയാണ്. ന്യൂട്ടൻ്റെ സെക്കൻഡ് ലോ എന്ന് പറയുന്നത്. ഈ ലോ പറയുന്നത്
റേറ്റ് ഇത് ശരിക്കും പറഞ്ഞാൽ നമ്മൾ നേരത്തെ പഠിച്ച മൊമെൻറ്റവുമായി ബന്ധപ്പെട്ടത്. ഇത് പറയുന്നതാണ് റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെൻറ്റം എന്ന് പറയുന്നത്. റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെൻറ്റം ഈസ് directly proportional to the applied force. സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ നമുക്ക് പറയാം the rate of change of momentum is directly proportional to the applied force എന്ന് പറയുന്നു, and it take place in the direction of the force acting. സോ ന്യൂട്ടൻ്റെ ഫസ്റ്റ് ലോ നമ്മൾ പഠിച്ചത് എങ്ങനെയാണ്? എവറി ബോഡി കണ്ടിന്യൂസ് റെസ്റ്റ് ഓർ മോഷൻ അൺടിൽ എ ഫോഴ്സ് ആക്ടിങ് ഓൺ ഇറ്റ്. പക്ഷെ ഇവിടെ പറയുന്നത് എന്താണ്? എ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെൻറ്റം എന്ന്, മൊമെൻറ്റത്തിൻ്റെ റേറ്റ് ഓഫ് ചേഞ്ച് എന്ന് പറയുന്നത് നമുക്കറിയാം. റേറ്റ് ഓഫ് ചേഞ്ച് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഡിസ്പ്ലേസ്മെൻറ്റിൻ്റെ റേറ്റ് ഓഫ് ചേഞ്ചിന് നമ്മൾ ds/dt എന്ന് വിളിക്കും, അല്ലെങ്കിൽ ΔS/Δt എന്ന് വിളിക്കും. വെലോസിറ്റീൻ്റെ റേറ്റ് ഓഫ് ചേഞ്ചിന് നമ്മൾ എന്ത് പറയും? ΔV/Δt, അതിനെ നമ്മൾ ആക്സിലറേഷൻ എന്ന് വിളിക്കും. അതുപോലെ പി എന്ന് പറയുന്ന മൊമെൻറ്റത്തിൻ്റെ റേറ്റ് ഓഫ് ചേഞ്ചിനെ ΔP/Δt എന്ന് വിളിക്കാം. ഓക്കെ, അപ്പോൾ ഈ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെൻറ്റത്തിൻ്റെ റേറ്റ് വിത്ത് റെസ്പെക്ട് ടു ടൈം എന്ന് പറയുന്നത് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദ അപ്ലൈഡ് ഫോഴ്സ് ആണ്, ആൻഡ് ഇൻ ദ ഡയറക്ഷൻ ഓഫ് ദാറ്റ് അപ്ലൈഡ് ഫോഴ്സ്. സോ നമുക്ക് പറയാം ന്യൂട്ടൺ സെക്കൻഡ് ലോ സ്റ്റേറ്റ് ദാറ്റ് ദ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെൻറ്റം ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദ അപ്ലൈഡ് ഫോഴ്സ് ആക്ട് ആൻഡ് ഇൻ ടു ദ ഡയറക്ഷൻ ഓഫ് ദ ഫോഴ്സ് ആക്ടിങ് എന്ന് പറയുന്നു. ഇതാണ് ന്യൂട്ടൻ്റെ സെക്കൻഡ് ലോ. അതിനൊരു മാത്തമാറ്റിക്കൽ സ്റ്റേറ്റ്മെൻ്റ് ഉണ്ട്. ഇവിടെ പറഞ്ഞ എന്താണ്? റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെൻറ്റം എന്ന് പറയുന്നത് കണ്ട് ഇങ്ങനെയാണ് നമ്മൾ അതിനെ എഴുതുന്നത്. റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെൻറ്റം എന്ന് പറയുന്നത് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെൻറ്റം എന്ന് പറയുന്നത് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദ അപ്ലൈഡ് ഫോഴ്സ് അല്ലേ. അതെന്ത് ഇങ്ങനെ വരാൻ കാര്യം നോക്കൂ. റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഇവിടെ നോക്കൂ, റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഡിസ്പ്ലേസ്മെൻറ്റിനെ നമ്മൾ വെലോസിറ്റി എന്ന് വിളിക്കും. റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് വെലോസിറ്റീനെ നമ്മൾ എന്ത് വിളിക്കും? ആക്സിലറേഷൻ എന്ന് വിളിക്കും. എങ്കിൽ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെൻറ്റം എന്ന് പറയുമ്പോൾ ΔP/Δt എന്നാണ് നമ്മളതിനെ വിളിക്കണം അല്ലേ. റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് വെലോസിറ്റി ΔV/Δt, റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഡിസ്പ്ലേസ്മെൻറ്റ് ΔS/Δt. അപ്പോൾ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏത് ക്വാണ്ടിറ്റിയാണോ നമ്മളവിടെ എക്സ്പ്ലെയിൻ ചെയ്യുന്ന അയാളെ ΔT വെച്ച് ഡിവൈഡ് ചെയ്യുന്നു. അതാണ് റേറ്റ് ഓഫ് ചേഞ്ച് എന്ന് പറയുന്നത്. ഇപ്പോൾ ഇവിടെ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെൻറ്റം ആണ് ഫോഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, ഇവിടെ ഞാൻ എന്ത് ചെയ്യുന്നു? എപ്പോഴും നിങ്ങൾക്കറിയാം ഫിസിക്സിൽ ഒരു പ്രപ്പോർഷണാലിറ്റി മാറ്റുമ്പോൾ നമ്മളവിടെ എന്ത് ചെയ്യുന്നു? ഒരു കോൺസ്റ്റൻറ്റ് കൊണ്ട് എപ്പോഴും നമ്മളവിടെ മൾട്ടിപ്പിൾ ചെയ്യും. എന്നിട്ട് നമ്മൾ ആ കോൺസ്റ്റൻറ്റിന് ഒരു പേരും വിളിക്കും പ്രപ്പോർഷണാലിറ്റി കോൺസ്റ്റൻറ്റ്. അത് ഓരോ ചാപ്റ്ററിലും വരുന്ന കോൺസ്റ്റൻറ്റുകളുടെ സിറ്റുവേഷൻ അനുസരിച്ചിരിക്കും. ഇവിടെ നമ്മളുടെ തന്നെ കെ എന്ന് വിളിക്കുമ്പോൾ അടുത്ത ചാപ്റ്ററിൽ ഇവിടെ നമ്മൾ കെനെ പ്രപ്പോർഷണാലിറ്റി കോൺസ്റ്റൻറ്റ് എന്ന് വിളിക്കും. പിന്നെ കുറച്ച് കഴിയുമ്പോൾ നമ്മൾ ഈ ചാപ്റ്ററിൽ തന്നെ കുറച്ച് കഴിയുമ്പോൾ അതിനെ നമ്മൾ കോഎഫിഷ്യൻ്റ് ഓഫ് ഫ്രിക്ഷൻ എന്ന് വിളിക്കും. ചിലപ്പോൾ അത് കോഎഫിഷ്യൻ്റ് ഓഫ് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ ആവും, ചിലപ്പോൾ അത് കോഎഫിഷ്യൻ്റ് ഓഫ് കൈനറ്റിക് ഫ്രിക്ഷൻ ആവും. സോ സിറ്റുവേഷൻ അനുസരിച്ച് നമ്മുടെ കെയുടെ വാല്യൂ മാറിക്കൊണ്ടിരിക്കും. അപ്പോൾ എന്തായാലും ഇവിടെ മനസ്സിലാക്കുക, ഈ പ്രപ്പോർഷണാലിറ്റി സൈൻ മാറ്റാൻ ഒരു കെ എന്ന് പറയുന്ന കോൺസ്റ്റൻറ്റ് നമ്മളിവിടെ മൾട്ടിപ്ലൈ ചെയ്യുന്നു. ആ കോൺസ്റ്റൻറ്റ് പ്രപ്പോർഷണാലിറ്റി കോൺസ്റ്റൻ്റ് ആണ്. സോ നൗ എഫ് ഈസ് ഈക്വൽ ടു കെ ഇൻറ്റു ΔP/Δt. ദിസ് ഈസ് ദ വാല്യൂ ഓഫ് ഫോഴ്സ് ഓഫ് അക്കോർഡിംഗ് ടു ന്യൂട്ടൺ സെക്കൻഡ് ലോ. ന്യൂട്ടൻ്റെ സെക്കൻഡ് ലോ അനുസരിച്ച് ഫോഴ്സ് ആണ് ഈ കാണുന്നത്. നൗ ഇനി മക്കളെ നിങ്ങളൊന്ന് നോക്കിയേ. ഇവിടെ നമ്മൾ ശരിക്കും ഞാനിവിടെ ഒരു ചെറിയൊരു ചേഞ്ച് കൊടുക്കുകയാണ്. എഫ് ഈസ് ഈക്വൽ ടു കെ ഇൻറ്റു ലിമിറ്റ് ΔT ടെൻഡിങ് ടു 0 ΔP/Δt. ഇവിടുത്തെ ടൈം എന്ന് പറയുന്ന റേറ്റിൻ്റെ കാരണമായിട്ടുള്ള ഈ ടൈം, ആ ടൈം വളരെ ചെറുതാണെന്ന് വിചാരിക്കാം. അതിന് ഞാൻ 0യിലേക്ക് ടെൻഡ് ചെയ്യാണ്. ഇതിന് നിങ്ങൾ പഠിച്ചിട്ടുണ്ട് ലിമിറ്റ് എ ക്വാണ്ടിറ്റി ടെൻഡിങ് ടു 0 ΔP/that ക്വാണ്ടിറ്റീനെ നമ്മളൊരു പേര് വിളിക്കും മാത്തമാറ്റിക്കലി. നിങ്ങളത് ലിമിറ്റ്സ് ആൻഡ് ഡെറിവേറ്റീവ് എന്ന് പറയുന്ന മാത്സിലെ ഏറ്റവും അവസാനത്തെ ചാപ്റ്ററിൽ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. ഇതിന് നമ്മളൊരു പേര് വിളിക്കും ΔP/Δt, അല്ലെങ്കിൽ ഈ ΔP/Δtനെ നിങ്ങൾ dP/dt എന്ന് വിളിക്കാറുണ്ട്. ശരിയല്ലേ? സോ നമ്മൾ പഠിച്ചിട്ടുണ്ട് ലിമിറ്റ് ΔT ടെൻഡിങ് 0 ΔP/Δt ക്യാൻ ബി റിട്ടൺ ആസ് dP/dt എന്ന് വിളിക്കും. ഇനി നിങ്ങൾ നോക്കിയേ, നമുക്കറിയാം
ഈ പി എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ നേരത്തെ അതിനെഴുതി പി എന്ന് പറഞ്ഞാൽ ദ പ്രോഡക്റ്റ് ഓഫ് മാസ് ആൻഡ് വെലോസിറ്റി. അപ്പം ഞാനിവിടെ എഫിന് എന്ത് എഴുതാൻ പോവാണ്? ശ്രദ്ധിക്കണേ. എഫ് ഇസ് ഈക്വൽ ടു കെ ഇൻറ്റു ഡി ബൈ ഡി ടി ഓഫ് മാസ് ആൻഡ് വെലോസിറ്റി ആൻഡ് കെ ഇൻറ്റു മക്കളെ ഈ ടൈമിനെ വെച്ച് ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ മാസ് എപ്പോഴും കോൺസ്റ്റൻ്റ് ആണ് അല്ലേ? ഈ ഒരു നേരത്തെ വരച്ചൊരു ബ്ലോക്ക് മൂവ് ചെയ്യുന്നു, ആ ബ്ലോക്കിൻ്റെ മാസ് എങ്ങനെയൊക്കെ മൂവ് ചെയ്താലും ആ ബ്ലോക്കിൻ്റെ മാസിന് ചേഞ്ച് ഇല്ല. സോ മാസിന് ഞാൻ ഫ്രണ്ടിലേക്ക് ഇടുന്നു. ദെൻ ഹിയോ ഡി വി ബൈ ഡി ടി എന്ന് വരുന്നു. ദാറ്റ് ഈസ് ഈക്വൽ ടു കെ ഇൻറ്റു മക്കളെ നമുക്കറിയാം അല്ലേ, ആക്സിലറേഷൻ എന്ന് പറഞ്ഞാൽ ഡി വി ബൈ ഡി ടി എന്നാണ്. വെലോസിറ്റി വിത്ത് റെസ്പെക്ട് ടു ടൈം അതിന് നമ്മൾ ആക്സിലറേഷൻ എന്ന് വിളിക്കുന്നു. സോ നമുക്ക് പുതിയൊരു ഇക്വേഷൻ കിട്ടി. എഫ് ഇസ് ഈക്വൽ ടു കെ ഇൻറ്റു എം എ. നമ്മൾ പറയുന്നു ഇവിടുത്തെ പ്രൊപ്പോർഷണാലിറ്റി കോൺസ്റ്റൻറ്റ് ഞാനൊരു വാല്യൂ കൊടുക്കുന്നു. ജനറലി ഇഫ് കെ ഇസ് ഈക്വൽ ടു 1 ദെൻ അക്കോർഡിംഗ് ടു ന്യൂട്ടൺ സെക്കൻഡ് ലോ എഫ് ഇസ് ഈക്വൽ ടു എം എ. സോ ഫോഴ്സിനൊരു ഇക്വേഷനാണ് നമ്മൾ ഡിറൈവ് ചെയ്തത് ബൈ ന്യൂട്ടൺ സെക്കൻഡ് ലോ എഫ് ഇസ് ഈക്വൽ ടു എം എ. ഇത് ഏത് മെത്തേഡിലൂടെയാണ് നമ്മൾ ഡിറൈവ് ചെയ്തത്? ബൈ ന്യൂട്ടൺ സെക്കൻഡ് ലോ. വാട്ട് ന്യൂട്ടൺ എക്സ്പ്ലെയിൻഡ് ബൈ ഇൻ ദ സെക്കൻഡ് ലോ? റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെൻറ്റം ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദ ഫോഴ്സ് ആക്ടിങ് ഓൺ ഇറ്റ് ആൻഡ് ഇൻ ദ ഡയറക്ഷൻ ഓഫ് ദ ഫോഴ്സ്. അപ്പോൾ നമ്മൾ ഇവിടുന്ന് എഫ് ഇസ് ഈക്വൽ ടു എം എ എന്ന് എഴുതി. വേർ എം ഈസ് ദ മാസ് ഓഫ് ദ ബോഡി, എ ഈസ് ദ ആക്സിലറേഷൻ ഓഫ് എ ബോഡി. ഇനിയൊരു കാര്യം, നമുക്ക് ഫോഴ്സിൻ്റെ ഡയറക്ഷനും ഫോഴ്സ് എന്ന് പറയുന്നത്, ആക്സിലറേഷൻ എന്ന് പറയുന്നത് ഒരു വെക്റ്റർ ക്വാണ്ടിറ്റിയാണ്. സോ ഫോഴ്സ് എന്ന് പറയുന്നതും ഒരു വെക്റ്റർ ക്വാണ്ടിറ്റിയാണ്. ഫോഴ്സിൻ്റെ ഡയറക്ഷനുണ്ട്, ഫോഴ്സിൻ്റെ യൂണിറ്റും ഫോഴ്സിൻ്റെ ഡയമെൻഷനും കൂടി നമുക്ക് നോക്കാം. ഫോഴ്സിൻ്റെ യൂണിറ്റ് എന്ന് പറയുമ്പോൾ നോക്കിയേ, മാസിൻ്റെ യൂണിറ്റ് എല്ലാവർക്കും അറിയാം അല്ലേ? കിലോഗ്രാം മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. മാസിൻ്റെ കിലോഗ്രാം. ആക്സിലറേഷൻ്റെ യൂണിറ്റ് എന്താണ്? മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. അപ്പം നമുക്ക് ഫോഴ്സിൻ്റെ യൂണിറ്റ് കിട്ടി കിലോഗ്രാം മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. ഇനി ആക്സിലറേഷൻ്റെ യൂണിറ്റ് നമുക്കറിയാലോ എന്താണ്? കിലോഗ്രാം എന്ന് പറയുന്നത് മാസിൻ്റെ യൂണിറ്റാണ്, ആക്സിലറേഷൻ്റെ യൂണിറ്റാണ് മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആണ്. അതുകൊണ്ടാണ് ഞാനതിനെ കിലോഗ്രാം മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയറിൽ ഒന്നിച്ചിട്ട്. ഇനി ഈ കിലോഗ്രാം മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയറിനെ നമുക്ക് ന്യൂട്ടൺ എന്ന് റെപ്രസെൻ്റ് ചെയ്യാറുണ്ട്. അപ്പോൾ 1 കിലോഗ്രാം മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ എന്ന് പറഞ്ഞാൽ 1 ന്യൂട്ടൺ ആണ്. ഫോർ എക്സാമ്പിൾ, ഇഫ് 5 ന്യൂട്ടൺ ഈസ് അപ്ലൈഡ് ഓൺ എ ബോഡി എന്ന് പറഞ്ഞാൽ ദിസ് മീൻ ദാറ്റ് 5 കിലോഗ്രാം മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ഫോഴ്സ് അപ്ലൈ ചെയ്തു എന്നാണ്. അപ്പോൾ കിലോഗ്രാം മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ എന്ന് പറയുന്നതും ന്യൂട്ടൺ എന്ന് പറയുന്നതും ഫോഴ്സിൻ്റെ യൂണിറ്റുകളാണ്. ഫോഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? സിംപ്ലി എ പുഷ് ഓർ എ പുൾ, ഒന്ന് തള്ളുക അല്ലെങ്കിൽ വലിക്കുക, ഇതിനെയാണ് ഫോഴ്സ് എന്ന് പറയുന്നത്. ഈ ഫോഴ്സിൻ്റെ യൂണിറ്റാണ് ഒന്നുകിൽ ന്യൂട്ടൺ എന്ന് വിളിക്കാം അല്ലെങ്കിൽ കിലോഗ്രാം മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. ഇനി ഫോഴ്സിൻ്റെ ഡയമെൻഷൻ എന്താണ്? നമുക്കറിയാം മാസിൻ്റെ ഡയമെൻഷൻ എന്താണ്? ക്യാപിറ്റൽ എം. എയുടെ ഡയമെൻഷൻ എ എന്ന് പറഞ്ഞാൽ ആക്സിലറേഷൻ ആണ്, അതിൻ്റെ ഡയമെൻഷൻ LT⁻². സോ നമുക്കറിയാം ഫോഴ്സിൻ്റെ ഡയമെൻഷൻ MLT⁻². വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഇക്വേഷനാണ് ഫോഴ്സ്. ഇപ്പം നേരത്തെ നമ്മൾ നേരത്തെ നമ്മൾ മൊമെൻറ്റം പഠിച്ചു. ഇപ്പം നമ്മൾ ന്യൂട്ടൻ്റെ സെക്കൻഡ് ലോ വെച്ച് ഫോഴ്സിൻ്റെ ഒരു ഇക്വേഷൻ ഉണ്ടാക്കി. ഇനി ഈ 1 ന്യൂട്ടൺ എന്ന് പറയുന്ന ആൾക്ക് ഒരു ഡെഫിനിഷൻ ഉണ്ട്, അതെന്താണെന്ന് നോക്കണം. നോക്കാം നമുക്ക് 1 ന്യൂട്ടൺ എന്താണെന്ന്. നമ്മൾ പഠിച്ചു എഫ് ഇസ് ഈക്വൽ ടു എന്താണ്? കെ ഇൻറ്റു എം എ. കെ എന്ന് പറഞ്ഞാൽ കോൺസ്റ്റൻറ്റ് ഓഫ് പ്രൊപ്പോർഷണാലിറ്റി, ഇറ്റ് ഈസ് ഓൾസോ 1. ഇഫ് മാസ് ഓഫ് എ ബോഡി ഈസ് 1 കിലോഗ്രാം ആൻഡ് ഇഫ് ദ ബോഡി ഈസ് മൂവിങ് വിത്ത് ആൻ ആക്സിലറേഷൻ ഓഫ് 1 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ദെൻ എഫ് ഇസ് ഈക്വൽ ടു 1 ന്യൂട്ടൺ എന്ന് പറയും. ശരിയല്ലേ? അപ്പോൾ എല്ലാവരും ഒന്ന് നോക്കിയേ, ഈ എഫ് 1 ന്യൂട്ടൺ ആവണ എപ്പോഴാണ്? 1 കിലോഗ്രാം മാസുള്ള ബോഡി 1 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ മൂവ് ചെയ്യുമ്പോൾ വിൽ ഗെറ്റ് എ ഫോഴ്സ് ഓഫ് 1 ന്യൂട്ടൺ. സോ 1 ന്യൂട്ടൻ്റെ ഡെഫിനിഷൻ എന്താണ്? ഡിഫൈൻ 1 ന്യൂട്ടൺ എന്ന് പറഞ്ഞാൽ എന്താണ്? വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഡെഫിനിഷൻ ഓഫ് 1 ന്യൂട്ടൺ എന്ന് പറയുന്നത്. സോ 1 ന്യൂട്ടൺ എന്ന് പറഞ്ഞാൽ എന്താണ്? 1 ന്യൂട്ടൺ ഈസ് എ ഫോഴ്സ്. നോക്കണേ, 1 ന്യൂട്ടൺ ഈസ് എ ഫോഴ്സ് വിച്ച്
cause 1 Newton is a force which cause when a body of mass 1 kilogram is moving with an acceleration of 1 meter per second square. 1 Newton എപ്പോഴാണ് ഉണ്ടാകുന്നത്? 1 Newton എന്ന് പറയുന്നത് ഒരു ഫോഴ്സ് ആണ്. അത് എപ്പോഴാണ് ഉണ്ടാകുന്നത്? ഒരു 1 കിലോഗ്രാം ബോഡി 1 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയറിൽ മൂവ് ചെയ്യുമ്പോൾ കിട്ടുന്ന ഫോഴ്സ് ആണ്. ആ സമയത്ത് ഉണ്ടാകുന്ന ഫോഴ്സ്, ആ സമയത്ത് ആ ഒരു കാരണങ്ങൾ കാരണം ഉണ്ടാകുന്ന ഒരു ഫോഴ്സ് ആണ് 1 Newton എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഡെഫിനിഷൻ ഒന്ന് നോക്കണം. 1 Newton is a force which when caused a body of mass 1 kilogram is moving with an acceleration of 1 meter per second square. Okay, ഇതിനാണ് നമ്മൾ 1 ന്യൂട്ടൻ്റെ ഡെഫിനിഷൻ ആയിട്ട് പറയുന്നത്. ഇനി നമ്മൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കാൻ പോകുന്ന വേറൊരു പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. നിങ്ങൾ പറഞ്ഞു നമ്മൾ ശ്രദ്ധിച്ചിരുന്ന, അപ്പോൾ ഞാൻ നിങ്ങളോട് പറഞ്ഞു ഫോഴ്സ് എന്ന് പറയുന്നത് ഒരു വെക്റ്റർ ക്വാണ്ടിറ്റിയാണ്. ഞാൻ നിങ്ങളോട് പറയുന്നു എക്സ് ഡയറക്ഷനിലും വൈ ഡയറക്ഷനിലും ഇസഡ് ഡയറക്ഷനിലും ഒരു ബോഡി ഈസ് മൂവിങ് ചെയ്യുന്നുണ്ട്, ബോഡി മൂവ് ചെയ്യുന്നുണ്ട്. ദിസ് ഈസ് എക്സ് ഡയറക്ഷൻ ആൻഡ് വൈ ആൻഡ് ഇസഡ് ഡയറക്ഷൻ. എക്സ് ഡയറക്ഷനിൽ ഒരു ബോഡി മൂവ് ചെയ്യുമ്പോൾ അതിൻ്റെ ആക്സിലറേഷനാണ് എ എക്സ്, അതിൻ്റെ മാസ് എം ആണെന്ന് വിചാരിക്കും കേട്ടോ. ഈ അതേ മാസുള്ള ബോഡി വൈ ഡയറക്ഷനിലാണ് മൂവ് ചെയ്യുന്നതെങ്കിൽ ആ വൈ ഡയറക്ഷനിൽ മൂവ് ചെയ്യുന്ന ആക്സിലറേഷൻ എ വൈ ആണെന്ന് വിചാരിക്കും. ഇസഡ് ഡയറക്ഷനിൽ മൂവ് ചെയ്യുന്ന ആക്സിലറേഷൻ എ ഇസഡ് ആണെങ്കിൽ ദ ഫോഴ്സ് ആക്ടിങ് ഇൻ എക്സ് ഡയറക്ഷൻ എന്ന് പറയുന്നത് എം ഇൻറ്റു എ എക്സ് ആയിരിക്കും. ആൻഡ് ഇഫ് ഇറ്റ് ഈസ് ഇൻ വൈ ഡയറക്ഷൻ നമുക്ക് പറയാം എഫ് എക്സ് എന്ന് വിളിക്കുന്നു. വൈ ഡയറക്ഷൻ ആണെങ്കിൽ എം ഇൻറ്റു എ വൈ. ആൻഡ് ഇഫ് ഇറ്റ് ഈസ് ഇൻ ഇസഡ് ഡയറക്ഷൻ നമ്മളതിനെ എം ഇൻറ്റു എ ഇസഡ് എന്ന് പറയുന്നു. ഓർത്തിരിക്കണം. അപ്പോൾ ഫോഴ്സ് എന്ന് പറയുന്നത് ഒരു വെക്റ്റർ ക്വാണ്ടിറ്റിയാണ്. ഇൻ 3 ഡയറക്ഷൻസിൽ അല്ലെങ്കിൽ 3 സിറ്റുവേഷനുകളിൽ അത് മൂവ് ചെയ്യുമ്പോൾ അതിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് എഫ് ഇസ് ഈക്വൽ ടു എം ഇൻറ്റു എ എക്സ് ഇഫ് ഇറ്റ് ഈസ് ഇൻ എക്സ് ഡയറക്ഷൻ, എം ഇൻറ്റു എ വൈ ഇഫ് ഇറ്റ് ഈസ് ഇൻ വൈ ഡയറക്ഷൻ ആൻഡ് എം ഇൻറ്റു എ ഇസഡ് ഇഫ് ഇറ്റ് ഈസ് ഇൻ ഇസഡ് ഡയറക്ഷൻ. ഓക്കെ, നൗ നമുക്കൊരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പ്രോബ്ലം ഒന്ന് ഡിസ്കസ് ചെയ്യും. മക്കളൊന്ന് കേട്ടോളൂ, പ്രോബ്ലം നിങ്ങളൊന്ന് എഴുതിയിരിക്കുകയും ചെയ്യണം. എ ബുള്ളറ്റ് ഓഫ് മാസ് എം ഈസ് ഈക്വൽ ടു 0.04 കിലോഗ്രാം ഈസ് മൂവിങ് വിത്ത് എ സ്പീഡ് ഓഫ്, ഇവിടുത്തെ സ്പീഡ് തന്നിട്ടുണ്ട്, അത് ഇനീഷ്യൽ സ്പീഡ് ആയതുകൊണ്ട് ഞാനതിനെ 90 മീറ്റർ പെർ സെക്കൻഡ്. ഓക്കെ, ക്വസ്റ്റ്യൻ വൺസ് മോർ. എ ബുള്ളറ്റ് ഓഫ് മാസ് 0.04 kilogram is moving with a speed of 90 meter per second. Enter in a wooden block. അതൊരു വുഡൻ ബ്ലോക്കിൽ എൻഡ് ചെയ്യുന്നു. ആൻഡ് ഇറ്റ് ഈസ് സ്റ്റോപ്ഡ്. അതെന്ത് ചെയ്തു? സ്റ്റോപ്പ് ചെയ്തു. സ്റ്റോപ്പ് ചെയ്യുമ്പോൾ അതിൻ്റെ ഫൈനൽ വെലോസിറ്റി 0. ഞാൻ നിങ്ങളോട് കഴിഞ്ഞ ക്ലാസ്സിൽ പഠിപ്പിച്ചു, ഇഫ് എ ബോഡി ഈസ് സ്റ്റാർട്ടിങ് ഫ്രം റെസ്റ്റ്, ഒരു ബോഡി അല്ലെങ്കിൽ ഒരു ഒബ്ജക്റ്റ് റെസ്റ്റിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അതിൻ്റെ ഇനീഷ്യൽ വെലോസിറ്റി 0 ആണ്. ഇഫ് എ ബോഡി ഈസ് stop after some time, then its final velocity will be equal to 0. This is one condition and this is another condition. അത് രണ്ടും ഓർത്തിരിക്കണം. ഇപ്പോൾ എന്താണ്? ഇഫ് എ ബോഡി ഈസ് മൂവിങ് ആൻഡ് എൻഡിങ് ഓർ അപ്ലൈയിങ് എ ബ്രേക്ക്, ഒരു വേണമെങ്കിൽ ഇങ്ങനെ പറയാം, എ കാർ ഈസ് മൂവിങ് ആഫ്റ്റർ എ 10 meter or some time, കാർ അപ്ലൈഡ് ബ്രേക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം V is equal to 0 ആണ്. ഇഫ് എ കാർ സ്റ്റാർട്ടിങ് ഫ്രം റെസ്റ്റ് U equal to 0 ആണ്. ഇഫ് എ ബോഡി ഈസ് മൂവിങ് വിത്ത് യൂണിഫോം വെലോസിറ്റി ദെൻ നമുക്ക് പറയാം ആക്സിലറേഷൻ 0 ആണ്. ഇത് മൂന്നും മറക്കരുത്. അപ്പോൾ ഇവിടെ നമ്മൾ പറയുന്നു ഈ ബുള്ളറ്റ് ആ വുഡൻ ബ്ലോക്കിൽ എൻ്റർ ചെയ്ത് കഴിഞ്ഞിട്ട് അതെന്തായിപ്പോയി? സ്റ്റോപ്പായിപ്പോയി. ദെൻ ഇറ്റ്സ് ഫൈനൽ വെലോസിറ്റി വിൽ ബിക്കം 0. ആൻഡ് ഇറ്റ് ഈസ് ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്. ഇറ്റ് ഈസ് സ്റ്റോപ്ഡ് വൺസ് മോർ. എ ബുള്ളറ്റ് ഓഫ് മാസ് എം ഈസ് ഈക്വൽ ടു 0.04 കിലോഗ്രാം മൂവിങ് വിത്ത് എ സ്പീഡ് ഓഫ് 90 മീറ്റർ പെർ സെക്കൻഡ് എൻ്റർ എ വുഡൻ ബ്ലോക്ക്. then it is stopped after a distance of 60 സെൻറ്റിമീറ്ററിന് ശേഷം അതെന്താവുന്നുണ്ട്? സ്റ്റോപ്പ് ആവുന്നുണ്ട്. അതിൻ്റെ ഫൈനൽ വെലോസിറ്റി 0 ആണ്. അത് ക്വസ്റ്റ്യനിൽ തന്നിട്ടില്ല, ഞാൻ എഴുതിയതാണ്. ദെൻ വാട്ട് ഈസ് ദ ആവറേജ് റെസിസ്റ്റീവ് ഫോഴ്സ് എക്സേർട്ടഡ് ബൈ ബ്ലോക്ക് ഓൺ ദ ബുള്ളറ്റ്? വാട്ട് ഈസ് ദ ആവറേജ് റെസിസ്റ്റീവ് ഫോഴ്സ് എക്സേർട്ടഡ് ബൈ ദ ബ്ലോക്ക് ഓൺ ബുള്ളറ്റ്? ആ ബ്ലോക്ക് ബുള്ളറ്റിൽ കൊടുക്കുന്ന ആവറേജ് റെസിസ്റ്റീവ് ഫോഴ്സ് എന്താണ്? ഫോഴ്സ് എന്താണെന്നാണ് ക്വസ്റ്റ്യൻ. നമുക്കറിയാം അല്ലേ, ഫോഴ്സിൻ്റെ ഇക്വേഷൻ എന്താ മക്കളെ? എഫ് ഇസ് ഈക്വൽ ടു എം എ.
ഇവിടെ എം ഉണ്ട് അല്ലേ, എം തന്നിട്ടുണ്ട്. എ അറിയോ നമുക്ക്? എ അറിയില്ല. അപ്പോൾ നമുക്ക് ഏതറിയാൻ, വൺ ഡയമെൻഷൻ മോഷൻ ഓഫ് ഇക്വേഷനിൽ നമ്മൾ പഠിച്ചു, സ്ട്രേറ്റ് ലൈനിൽ നമ്മൾ പഠിച്ചു, യുവും വിയും എസും എയും കണക്ട് ചെയ്ത് നമുക്കൊരു ഇക്വേഷൻ ഉണ്ട്. ഏതാണ് ആ ഇക്വേഷൻ? വി സ്ക്വയർ മൈനസ് യു സ്ക്വയർ ഇസ് ഈക്വൽ ടു 2as എന്ന് പറയുന്ന ഒരു ഇക്വേഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇവിടെ വി സ്ക്വയർ എന്താണ്? 0 ആണ്. യു സ്ക്വയർ എന്താണ്? 90യുടെ സ്ക്വയർ ആണ് ഇൻറ്റു 2a. എസ് എത്രയാ? 60 സെൻറ്റിമീറ്റർ. ഈ എ കണ്ടുപിടിക്കണം അല്ലേ. എനെ അവിടെ നിർത്തിയേ. മൈനസ് 90യുടെ സ്ക്വയർ ഡിവൈഡഡ് ബൈ 2 ഇൻറ്റു 60. ദാറ്റ് എ ഈസ് ഈക്വൽ ടു മൈനസ് 90 ഇൻറ്റു 90 ഡിവൈഡഡ് ബൈ 2 ഇൻറ്റു 60 എന്ന് വരും. ഇത് രണ്ടും വെട്ടിക്കളയാം നമുക്ക് അല്ലേ. ദെൻ ഇവിടെ നമുക്ക് 6ൽ 3 2 ടൈംസ് ഉണ്ട്, ഇവിടെ 3 ടൈംസ് ഉണ്ട്, ഇവിടെ 4 വരും. വേണമെങ്കിൽ നമുക്ക് പറയാം 2 ഇവിടെ ഒരു 45 ടൈംസ് ഉണ്ട് അല്ലേ. 2 അവിടെ 45 ടൈംസ് ഉണ്ട്. അപ്പോൾ നമുക്കറിയാം 45 ഇൻറ്റു 3 എന്ന് പറയും. 45 ഇൻറ്റു 3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 50 ഇൻറ്റു 3 ചെയ്തിട്ട് 15 കുറച്ചപ്പോൾ ഒരു 50 ഇൻറ്റു 3 എത്രയാണ്? 150. അതിൽ നിന്ന് 15 കുറക്കുമ്പോൾ 135 വരും. ദാറ്റ് ഈസ് മൈനസ് 135/2 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. ദിസ് ഈസ് ദ വാല്യൂ ഓഫ് ആക്സിലറേഷൻ. ഒന്ന് നോക്കി എല്ലാവരും. ഇനി നിങ്ങളൊരു കാര്യം കൂടി നിങ്ങളോട് ചെക്ക് ചെയ്യണം. ഇവിടെ സെൻറ്റിമീറ്ററാണ് ഡിസ്റ്റൻസ് തന്നിക്കണം. അപ്പോൾ നിങ്ങളിവിടെ എന്ത് ചെയ്യണം? 10⁻². എല്ലാം SI യൂണിറ്റിലാണ് അല്ലേ. ഇവിടെ ഇൻറ്റു 10⁻² ഇടണം. അപ്പോൾ മുകളിൽ എന്താവും? 10 സ്ക്വയറും കൂടിയാവും. 10 സ്ക്വയർ. അപ്പോൾ ഏകദേശം മൈനസ് 135 ഇൻറ്റു 100 എന്ന് എഴുതാം നമുക്ക്. മൾട്ടിപ്ലിക്കേഷൻ എളുപ്പത്തിന് വേണ്ടിയാണ് കേട്ടോ ഞാനിങ്ങനെ ചെയ്യുന്നത്. നിങ്ങൾക്ക് കാൽക്കുലേറ്ററിന് ഡയറക്റ്റ് കാൽക്കുലേറ്റർ ചെയ്യാം. ഇവിടെ എന്ത് ചെയ്യാം? നമുക്ക് വെട്ടി കളയാം. എത്ര വരും? 50 വരും. സോ മൈനസ് 135 ഇൻറ്റു 50. അപ്പോൾ നമുക്കൊരു കാര്യം, മൈനസ് 135നെ ഒന്ന് 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. എന്നിട്ട് ഇവിടെ 0 ആഡ് ചെയ്താൽ മതിയല്ലോ. 5 ഇൻറ്റു 5 25 2 15 പ്ലസ് 2 17 1 5 6 വരും നമുക്കവിടെ. കറക്റ്റ് അല്ലേ? 5 ഇൻറ്റു 5 15 2 റിമൈനിങ് 5 ഇൻറ്റു 3 15 15 പ്ലസ് 2 17 7 1 റിമൈനിങ് 1 ഇൻറ്റു 5 5 പ്ലസ് 1 675. ദെൻ മൈനസ് 675. ഇവിടെ 50 വെച്ചാണ് നമ്മൾ 5 വെച്ചാണ് മൾട്ടിപ്ലൈ ചെയ്തത്. 50 ആണെങ്കിൽ എന്ത് ചെയ്യണം? ഒരു 0 കൂടി ഇട്ട് കൊടുക്കണം. മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ഇസ് ദ ആക്സിലറേഷൻ. അപ്പോൾ നമുക്ക് എ കിട്ടി. മൈനസ് 6750 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ എന്ന് പറയും. ഇനി നിങ്ങൾക്കറിയാലോ, നമ്മൾ സ്ട്രേറ്റ് ലൈൻ, ലോസ് ഓഫ് സ്ട്രേറ്റ് ലൈൻ അല്ലെങ്കിൽ വൺ ഡയമെൻഷൻ മോഷനിൽ പഠിച്ചു. എപ്പോഴെങ്കിലും ഒരു ആക്സിലറേഷൻ നെഗറ്റീവ് ആണെങ്കിൽ ആ ആക്സിലറേഷന് നമ്മളൊരു പേര് വിളിക്കുന്നുണ്ട്. ഡീസലറേഷൻ അല്ലെങ്കിൽ റിട്ടാർഡേഷൻ എന്ന് വിളിക്കും. ഇത് ഓർത്തിരിക്കണം. എപ്പോഴാണ് ആക്സിലറേഷൻ, ഡീസലറേഷൻ അല്ലെങ്കിൽ റിട്ടാർഡേഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഒരു പ്രോബ്ലം തന്നിട്ട് ഫൈൻഡ് റിട്ടാർഡേഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്താ റിട്ടാർഡേഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ടോ? അങ്ങനെ ചിന്തിക്കേണ്ട ആവശ്യമില്ല. കാരണം എന്താണ്? ആക്സിലറേഷൻ നെഗറ്റീവ് ആകുന്ന വാല്യൂവിനെ നമ്മൾ പറയുന്ന പേരാണ് റിട്ടാർഡേഷൻ എന്ന് പറയുന്നത്. സോ ആക്സിലറേഷൻ നെഗറ്റീവ് ആയതുകൊണ്ട് നമ്മളതിനെ ഒന്നല്ലെങ്കിൽ റിട്ടാർഡേഷൻ എന്ന് വിളിക്കും, അല്ലെങ്കിൽ അതിനെ ഡീസലറേഷൻ എന്ന് വിളിക്കുന്നു. രണ്ടും സെയിം ആണ് കേട്ടോ. റിട്ടാർഡേഷൻ എന്ന് പറഞ്ഞാലും ഡീസലറേഷൻ എന്ന് പറഞ്ഞാലും എനെ വിളിക്കുന്ന, നെഗറ്റീവായിട്ടുള്ള എനെ വിളിക്കുന്ന രണ്ട് നെയിംസ് ആണ്. സോ F = MA. എഫ് ആണ് കണ്ടുപിടിക്കേണ്ടത്. എഫ് എത്രയാ മക്കളെ നമുക്ക് തന്നിട്ടുള്ള, എം എത്രയാ? 0.04 കിലോഗ്രാം അത് തന്നിട്ടുണ്ട്. ഇൻറ്റു ദാറ്റ് വാല്യൂ മൈനസ് 6750. അപ്പോൾ ഇവിടെ ഞാൻ എന്ത് ചെയ്തു? ഈ 50ൽ ഒരു 0യും ഇവിടുത്തെ ഒരു 0യും കൂടി കളയുമ്പോൾ എനിക്ക് എന്തിടും? 0.4 എന്ന് കിട്ടും. ഇൻറ്റു 675 എന്ന് കിട്ടും അല്ലേ. ഞാനൊരു കാര്യം ചെയ്യാം. നമുക്ക് ഒരു എളുപ്പത്തിന് വേണ്ടി ഒരു എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് ഒരു 10 വെച്ച് ഇൻറ്റു ചെയ്യുന്നു, ഒരു 10 വെച്ച് ഡിവൈഡ് ചെയ്യുന്നു. അപ്പോൾ എനിക്ക് പോയിൻ്റ് അങ്ങോട്ട് പോകും. അപ്പോൾ എന്ത് കിട്ടും നമുക്ക്? 6750 ഈ 10ഉം ഇവിടുത്തെ പോയിൻറ്റും കൂടിയാണ് പോകുന്നത്. അപ്പോൾ 4 ഇൻറ്റു 675/10 എന്നാകും. ഓക്കെ, ഇവിടെ നമുക്കൊരു കാര്യം ചെയ്യാം. ഇത് ക്യാൻസൽ ചെയ്യുമ്പോൾ 2 5 ടൈംസ് ആകും. സോ 675 5ൽ എത്ര ടൈംസ് ഉണ്ട്? 6ൽ 5 1 ടൈംസ്, ഒരു നെഗറ്റീവ് ഉണ്ട്. 7ൽ 5 1 ടൈംസ്, ഒരു 2 ഉണ്ട്. 5 ടൈംസ് ഉണ്ടാകും. സോ അതും ക്യാൻസലായിപ്പോയി. സോ മൈനസ് 115 എന്നാവും. സോ മൈനസ് 115 ഇൻറ്റു 2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ നോക്കിയേ, 2 ഇൻറ്റു 5 0, 1 റിമൈനിങ്, 2 ഇൻറ്റു 1 2 1 3 ആകും. 2 ഇൻറ്റു 1 1, ദാറ്റ് ഈസ് മൈനസ് 230 ന്യൂട്ടൺ എന്ന് വരും. നോക്കൂ, നിങ്ങൾക്കത് മനസ്സിലായെന്ന്. 2 ഇൻറ്റു 5 2, ചെറിയൊരു മിസ്റ്റേക്ക് ഉണ്ട്. 2 ഇൻറ്റു 5 10 0, 1 റിമൈനിങ്,
ഞാൻ ഈ 10ഉം ഈ 0.4 മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് 4 കിട്ടും. 4 × 675 ഡിവൈഡഡ് ബൈ 10 എന്ന് വരും. ഓക്കെ, ഇനി ഞാൻ ചെയ്യാൻ വേണ്ടി പോകുന്നത് ഈ 4ഉം 10ഉം കൂടി ക്യാൻസൽ ചെയ്ത് കളയാം. അപ്പോൾ നമുക്ക് എന്താവും, ഇവിടെ 2 times 4 ഉണ്ട്, ഇവിടെ 5 times 4, ഇവിടെ 2 times 4ൽ 2 times ഉണ്ട്, ഇവിടെ 2 10ൽ 5 times ഉണ്ട്. ഇനി 675ൽ 5 എത്ര ടൈംസ് ഉണ്ട് നമുക്ക് നോക്കാം. 6ൽ 1 times, ഇവിടെ 17 ആണല്ലേ, 17ൽ 3 times ഉണ്ടാകും. ദെൻ 2 റിമൈനിങ്, അവിടെ ഏകദേശം 5 times ഉണ്ടാകും. അപ്പോൾ 135 × 2 ആണ്. ഓക്കെ, അപ്പോൾ 5 × 2 എന്ന് പറയുമ്പോൾ 0 വരും. 1 റിമൈനിങ്. 3 × 2 6, 7 വരും. ദെൻ 2 × 1 2, മൈനസ് ഉണ്ട്, -270 ന്യൂട്ടൺ എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഇങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണെങ്കിൽ ഇങ്ങനെ ചെയ്യണമെന്നില്ല, പകരം നിങ്ങളുടെ ഓർഡിനറി കാൽക്കുലേറ്ററിൽ യൂസ് ചെയ്യാം. ഇതൊക്കെ നിങ്ങൾക്ക് കാൽക്കുലേറ്ററിൽ ചെയ്യാവുന്നുള്ളൂ. ഓക്കെ, സോ ഇവിടുത്തെ നോക്കി, ഒന്നെങ്കിൽ നിങ്ങൾ ന്യൂട്ടൺ എന്നിടുക, അല്ലെങ്കിൽ നമുക്കൊരു കാര്യം ചെയ്യാം, -270 kg/m². രണ്ടും ആൻസർ തന്നെയാണ് ഫോഴ്സിൻ്റെ. അപ്പോൾ ചിലപ്പോൾ മെജോറിറ്റി കുട്ടികളും ന്യൂട്ടണിലാണ് എടുത്ത്, ഇങ്ങനെ ഇട്ടാലും തെറ്റൊന്നുമില്ല, കാരണം ന്യൂട്ടൺ ഇതും SI യൂണിറ്റ് തന്നെയാണ് ഫോഴ്സിന്. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യനിൽ ആ ബ്ലോക്ക് ബുള്ളറ്റിൽ എക്സേർട്ട് ചെയ്യണ ഫോഴ്സ് -270 ന്യൂട്ടൺ ആയിരിക്കും. അതിനത്രയും ഫോഴ്സ് എക്സേർട്ട് ചെയ്തു. മൈനസ് കാണിക്കുന്നത് എന്തുകൊണ്ടാണ്? ഇവിടെ ഞാൻ നിങ്ങളോടൊന്ന് മൈനസ് കാണിക്കുന്നു. അതെന്തുകൊണ്ടാണ്? ഡീസലറേഷൻ എന്ന് വിളിക്കുന്നു. ഇവിടുത്തെ ഫോഴ്സ് എന്താണ്? ഇങ്ങോട്ടേക്കാണ് ബുള്ളറ്റ് വരുന്നത് അല്ലേ? അപ്പോൾ ബുള്ളറ്റിന് ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് ഈ ഫോഴ്സ് എക്സേർട്ട്. ബ്ലോക്ക് ഓൺ ദി ബുള്ളറ്റാണ്. ബുള്ളറ്റ് വന്ന് ബ്ലോക്കിൽ സ്ട്രൈക്ക് ചെയ്യുന്നു. ഇപ്പോൾ ഈ ബുള്ളറ്റ് ഇങ്ങോട്ട് സ്ട്രൈക്ക് ചെയ്യുന്നു. സ്ട്രൈക്ക് ചെയ്യുമ്പോൾ ഈ ബ്ലോക്ക് ബുള്ളറ്റിലേക്ക് കൊടുക്കുന്ന ഫോഴ്സ് എത്രയാണെന്ന് ചോദിച്ചാണ്. ആ ഫോഴ്സ് എന്താണ്? നെഗറ്റീവ് ഡയറക്ഷനാണ്. ദാറ്റ് ഈസ് the block exert a force of 270 ന്യൂട്ടൺ. അപ്പോൾ നമ്മൾ ബ്ലോക്ക് എത്ര എക്സേർട്ട് ചെയ്യുന്നു എന്നാണ് ചോദിച്ചേക്കണം. അപ്പോൾ നമുക്ക് പറയാം, ഈ മൈനസ് കാണിക്കുന്നത് ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആയതുകൊണ്ട്, അപ്പോൾ അവിടെ ഒന്ന് എഴുതി വെക്കണം, ബ്ലോക്ക് എക്സേർട്ട് എ ഫോഴ്സ് ഓഫ് 270 kg/m² ടു ദ ബുള്ളറ്റ് എന്ന്. സോ ഓക്കെ, ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയൊരു ക്വസ്റ്റ്യൻ ആണ്. നൗ നമുക്ക് അടുത്തൊരു ടോപ്പിക്കിലേക്ക് പോവാം. അടുത്ത് നിങ്ങളൊന്ന് എല്ലാവരും നമ്മൾ പഠിച്ചിട്ടുണ്ട്, ക്രിക്കറ്റൊക്കെ കളിക്കുമ്പോൾ നമുക്ക് അവിടെ പല സ്ഥലങ്ങളിലും ഫിസിക്സ് യൂസ് ചെയ്യാറുണ്ട്, ക്രിക്കറ്റ് കളിക്കുന്ന സ്ഥലങ്ങളിലെല്ലാം അല്ലേ. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഒരാൾ ക്രിക്കറ്റ് കളിക്കുമ്പോൾ ഒരു ബൗളർ ബോൾ ചെയ്യും. അപ്പോൾ ബാറ്റ്സ്മാൻ ആ ബോൾ വന്ന് ആ മൊമെൻറ്റിൽ തന്നെ ഒരു ലാർജ് എമൗണ്ട് ഓഫ് ഫോഴ്സ് അപ്ലൈ ചെയ്യും അല്ലേ. അപ്പോൾ ഇവിടെ ആ ബൗളിങ്ങിൽ അല്ലെങ്കിൽ ബോളിൽ ബാറ്റ്സ്മാൻ അപ്ലൈ ചെയ്യുന്ന ആ ഫോഴ്സ് ഉണ്ടല്ലോ, ഷോർട്ടസ്റ്റ് ടൈമിൽ ബാറ്റ്സ്മാൻ അപ്ലൈ ചെയ്യുന്ന ആ ഫോഴ്സിന് നമ്മൾ വിളിക്കുന്ന പേരാണ് ഇമ്പൾസീവ് ഫോഴ്സ് എന്ന് പറയും. ഇമ്പൾസീവ് ഫോഴ്സ് എന്ന് പറയും, ഇമ്പൾസീവ് ഫോഴ്സ്. സോ ഇമ്പൾസ് എന്താണെന്ന് അറിയണം, എന്നിട്ട് നമുക്ക് ഇമ്പൾസിലേക്ക് വരാം. ഇമ്പൾസ് എന്ന് പറഞ്ഞാൽ it is the product of force into small time. The product of force and a small time, അതിനെ നമ്മൾ വിളിക്കുന്ന പേര്. ചില സിറ്റുവേഷനുകളിൽ ചില ടീച്ചേഴ്സിനെ പ്രോഡക്റ്റ് ഓഫ് ഫോഴ്സ് ആൻഡ് ടൈം എന്ന് പറയും, സ്മോൾ ടൈം എന്ന് പറയാറില്ല. സോ നമുക്ക് അങ്ങനെയും പറയാം. ഇറ്റ് ഈസ് ദ പ്രോഡക്റ്റ് ഓഫ്, ഓർ ദ ഇമ്പൾസ് ഈസ് എ പ്രോഡക്റ്റ് ഓഫ് ഫോഴ്സ് ആൻഡ് ടൈം എന്ന് പറയുന്നു. അതിനെയാണ് നമ്മൾ ഇമ്പൾസ് എന്ന് പറയുന്നത്. സോ അതേപോലെ ഇമ്പൾസീവ് ഫോഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഞാൻ നിങ്ങളോട് പറഞ്ഞു, ഷോർട്ടസ്റ്റ് ടൈം പീരീഡിൽ അപ്ലൈ ചെയ്യുന്ന ആ ഫോഴ്സിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഇമ്പൾസീവ് ഫോഴ്സ് എന്ന് പറയുന്നു. ഷോർട്ടസ്റ്റ് ടൈം പീരീഡിൽ ഇറ്റ് ഈസ് ദ ഫോഴ്സ് അപ്ലൈഡ് ഡ്യൂറിങ് എ ഷോർട്ടസ്റ്റ് പീരീഡ് ഓഫ് ടൈം, ദെൻ ദ ഫോഴ്സ് ഈസ് നോൺ ആസ് ഇമ്പൾസീവ് ഫോഴ്സ് എന്ന് പറയുന്നു. സോ ഇമ്പൾസ് എന്താണ്? ഇറ്റ് ഈസ് ദ പ്രോഡക്റ്റ് ഓഫ് ഫോഴ്സ് ആൻഡ് ടൈം. ഇമ്പൾസീവ് ഫോഴ്സ് എന്താണ്? ഇറ്റ് ഈസ് ദ ഷോർട്ടസ്റ്റ്, ഇറ്റ് ഈസ് ദ ഫോഴ്സ് that comes across, അല്ലെങ്കിൽ that came when a large amount of force, അല്ലെങ്കിൽ ഫോഴ്സ് അപ്ലൈയിങ് ഡ്യൂറിങ് എ ഷോർട്ട് ടൈം ഇൻ്റർവൽ, ഒരു ചെറിയൊരു ടൈമിൽ അപ്ലൈ ചെയ്യുന്ന ഫോഴ്സിനെയാണ് ഇമ്പൾസീവ് ഫോഴ്സ് എന്ന് പറയുന്നത്. അതിന് ബെസ്റ്റ് എക്സാമ്പിളാണ് ക്രിക്കറ്റ് എന്ന് പറയുന്നത്. ബോളിംഗ് ചെയ്യുന്ന ആൾ ബോൾ ചെയ്യുന്ന സമയത്ത് ആ ബോൾ വന്ന് കുറച്ചേരം നമ്മൾ കാത്തിക്കില്ല, ബോൾ വന്ന് എത്തിക്കാൻ ഉടനെ ഗ്രീസിൽ എത്തിക്കാൻ ഉടനെ അത് ബാറ്റ്സ്മാൻ എന്ത് ചെയ്യും? അതിനടിച്ചു കളയും അല്ലേ. ബോളിന് മാക്സിമം സ്പീഡിലാണ്. അപ്പോൾ അവിടെയുള്ള ആ ബോൾ ഹിറ്റ് ചെയ്യുന്ന ടൈം ചെറുതാണ്. അതുകൊണ്ടാണ് അതിനെ നമ്മൾ ഇമ്പൾസീവ് ഫോഴ്സ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി നമ്മൾ പറയുന്നു,
ഈ ഇമ്പൾസും ഞാനിവിടെ നിങ്ങൾ എഴുതി. ഇമ്പൾസിനെ ജനറലി നമ്മൾ ഐ എന്നാണ് ഡിനോട്ട് ചെയ്യണം. ഐ ഇസ് ഈക്വൽ ടു എഫ് ഇൻറ്റു ടി. ഈ ഇമ്പൾസിൻ്റെ യൂണിറ്റ് എന്താണ് നമുക്ക് നോക്കാം. ഫോഴ്സിൻ്റെ യൂണിറ്റ് എന്താണ്? കിലോഗ്രാം മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ, അല്ലെങ്കിൽ ന്യൂട്ടൺ എന്നും പറയാറുണ്ട്. അപ്പോൾ ഇവിടെ ഒരു സെക്കൻഡ് വരും. ഒന്നല്ലെങ്കിൽ ന്യൂട്ടൺ സെക്കൻഡ് എന്ന് വിളിക്കും. എഫിൻ്റെ യൂണിറ്റ് ന്യൂട്ടൺ ആണ്, അല്ലെങ്കിൽ ടിയുടെ യൂണിറ്റ് സെക്കൻഡ് ആയതുകൊണ്ട് ന്യൂട്ടൺ സെക്കൻഡ് എന്ന് വിളിക്കും, അല്ലെങ്കിൽ കിലോഗ്രാം മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ഇൻറ്റു സെക്കൻഡ് വരുന്നു. ഇതും വെട്ടി പോകുമ്പോൾ നമുക്ക് കിലോഗ്രാം മീറ്റർ പെർ സെക്കൻഡ് എന്ന് വരുന്നു. ഇതാണ് നമ്മുടെ ഇമ്പൾസിൻ്റെ യൂണിറ്റ് എന്ന് പറയുന്നത്. ഒന്നില്ലെങ്കിൽ കിലോഗ്രാം മീറ്റർ പെർ സെക്കൻഡ്, അല്ലെങ്കിൽ ന്യൂട്ടൺ സെക്കൻഡ് എന്ന് പറയുന്നു. ക്ലിയർ ആയോ? ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് ഇമ്പൾസ് എന്ന് പറയുന്നത്. ഇനി നമ്മൾ നോക്കാം മക്കളെ, നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ നിങ്ങളോട് പറയുന്നു ഇമ്പൾസ് എന്ന് പറയുന്നത് ഫോഴ്സ് ഇൻറ്റു സ്മോൾ ടൈം ആണെന്ന് പഠിച്ചു അല്ലേ? ഇതവിടെ ഇരിക്കട്ടെ. നമുക്കറിയാം ഫോഴ്സ് ഇൻറ്റു സ്മോൾ ടൈമാണ് ഇമ്പൾസ്. ഓക്കെ, എഫ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് ഈസ് മാസ് ഇൻറ്റു ആക്സിലറേഷൻ എന്നാണ് അല്ലേ? ഈ എ എന്ന് പറഞ്ഞാൽ എന്താണ്? എ എന്ന് പറഞ്ഞാൽ എന്താണ്? ഡെൽറ്റ വി ബൈ ഡെൽറ്റ ടി എന്ന് വേണമെങ്കിൽ വിളിക്കാം നമുക്കതിനെ, ഇൻറ്റു ഡെൽറ്റ ടി അല്ലേ? ഈ ഡെൽറ്റ ടി എ എന്ന് പറഞ്ഞാൽ എന്താ? ചേഞ്ച് ഇൻ വെലോസിറ്റി ബൈ ചേഞ്ച് ഇൻ ടൈം. ഓക്കെ, സോ ഡെൽറ്റ വി ബൈ ഡെൽറ്റ ടി. അപ്പോൾ ഡെൽറ്റ ടിയും വെട്ടിപ്പോയി. സോ ഇവിടെ ആരാ ബാക്കിയുള്ളത്? എം ഇൻറ്റു ചേഞ്ച് ഇൻ വെലോസിറ്റിന് ഞാൻ വി എന്ന് വിളിച്ചാൽ ഇമ്പൾസിന് നമുക്കൊരു ഇക്വേഷനും കൂടി കിട്ടി. ഇമ്പൾസ് ഇസ് ഈക്വൽ ടു എം ഇൻറ്റു വി. മക്കളെ, നമ്മൾ ഇതിന് മുമ്പ് പഠിച്ചിട്ടുണ്ട്. അത് മാത്രമല്ല, നമുക്ക് ഈ ഒരു ഇമ്പൾസിൻ്റെ യൂണിറ്റ് ഒക്കെ കിലോഗ്രാം എന്ന് പറയുന്നത് മാസിൻ്റെ യൂണിറ്റാണ്, മീറ്റർ പെർ സെക്കൻഡ് എന്ന് പറയുന്നത് വെലോസിറ്റിയുടെ യൂണിറ്റാണ്. അതിൽ നിന്നും നമുക്ക് പറയാം ഇമ്പൾസ് എന്ന് പറയുന്നത് പ്രോഡക്റ്റ് ഓഫ് മാസ് ആൻഡ് വെലോസിറ്റി. പക്ഷെ നമ്മൾ നേരത്തെ പഠിച്ചു പ്രോഡക്റ്റ് ഓഫ് മാസ് ആൻഡ് വെലോസിറ്റി നമ്മളൊരു പേരും കൂടി വിളിച്ചിട്ടുണ്ട്, മൊമെൻറ്റം എന്ന് വിളിച്ചു. സോ ഇമ്പൾസും മൊമെൻറ്റവും സെയിം ആണ്. ഈ ഒരു പ്രിൻസിപ്പിളിനെ നമ്മളൊരു പേര് വിളിക്കാറുണ്ട്, ഇമ്പൾസ് മൊമെൻറ്റം പ്രിൻസിപ്പിൾ. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സോ വാട്ട് ഈസ് ഇമ്പൾസ് മൊമെൻറ്റം പ്രിൻസിപ്പിൾ? ഇമ്പൾസ് ഇസ് ഈക്വൽ ടു മൊമെൻറ്റം. ത്രൂ വാട്ട് ഈസ് ഇമ്പൾസ് മൊമെൻറ്റം പ്രിൻസിപ്പിൾ? ക്വസ്റ്റ്യനിലുണ്ട് ഇമ്പൾസ് ഈക്വൽ ടു മൊമെൻറ്റം. അതിനെ വിളിക്കുന്ന പേരാണ് ഇമ്പൾസ് മൊമെൻറ്റം പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. സോ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എന്താണ് ഇമ്പൾസ്, എന്താണ് ഇമ്പൾസീവ് ഫോഴ്സ്? ചെറിയ ടൈമിൽ നമ്മൾ അപ്ലൈ ചെയ്യുന്ന ലാർജ് എമൗണ്ട് ഓഫ് ഫോഴ്സിനെ നമ്മൾ ഇമ്പൾസീവ് ഫോഴ്സ് എന്ന് വിളിക്കുന്നു. അതിൻ്റെ യൂണിറ്റ് എന്താണ്? ആൻഡ് വാട്ട് ഈസ് ദ ഇമ്പൾസ് മൊമെൻറ്റം പ്രിൻസിപ്പിൾ? ഇമ്പൾസ് ഈസ് ഈക്വൽ ടു ചേഞ്ച് ഇൻ മൊമെൻറ്റം എന്നാണ് പറയുന്നത്. ഇമ്പൾസ് ഈസ് ഈക്വൽ ടു ചേഞ്ച് ഇൻ മൊമെൻറ്റം ഈസ് കോൾഡ് ഇമ്പൾസ് മൊമെൻറ്റം. അതെന്താ ചേഞ്ച് ഇൻ മൊമെൻറ്റം വന്നാൽ? ഇവിടെ ഡെൽറ്റ വി എന്നല്ലേ മക്കളെ വന്നത് അല്ലേ? ഇവിടെ ഡെൽറ്റ വി എന്നാണ് വന്നത്. ഐ ഈസ് ഈക്വൽ ടു നമുക്കറിയാം ചേഞ്ച് ഇൻ വെലോസിറ്റി എന്ന് പറഞ്ഞാൽ ഫൈനൽ വെലോസിറ്റി ടു ഇനീഷ്യൽ വെലോസിറ്റി അല്ലേ? ചേഞ്ച് ഇൻ വെലോസിറ്റി എന്ന് പറയണം. അപ്പോൾ നമുക്ക് ഫൈനൽ വെലോസിറ്റി ടു ഇനീഷ്യൽ വെലോസിറ്റി എന്ന് എഴുതുന്നു. ഞാൻ ഓൺ ബ്രാക്കറ്റ് ഓപ്പണിംഗ് നമുക്ക് എന്ത് കിട്ടും? എം ഇൻറ്റു വി മൈനസ് എം ഇൻറ്റു യു എന്ന് എഴുതും. മക്കളെ, മാസ് ഇൻറ്റു വെലോസിറ്റി എന്തായാലും അത് മൊമെൻറ്റമാണ്. എം ഇൻറ്റു ഫൈനൽ വെലോസിറ്റി എന്താണ്? ഫൈനൽ മൊമെൻറ്റം. എം ഇൻറ്റു യു എന്താണ്? ഇനീഷ്യൽ മൊമെൻറ്റം. അപ്പം നമുക്ക് പറഞ്ഞൂടെ ഐ ഇസ് ഈക്വൽ ടു ഫൈനൽ മൊമെൻറ്റം മൈനസ് ഇനീഷ്യൽ മൊമെൻറ്റത്തിന് ഡെൽറ്റ പി, ചേഞ്ച് ഇൻ മൊമെൻറ്റം എന്നല്ലേ പറയുന്നത്. സോ ഐ ഇസ് ഈക്വൽ ടു ഡെൽറ്റ പി എന്ന് പറഞ്ഞാൽ എന്താണ്? ഇമ്പൾസ് ഇസ് ഈക്വൽ ടു ചേഞ്ച് ഇൻ മൊമെൻറ്റം. അതിനെയാണ് ഇമ്പൾസ് മൊമെൻറ്റം പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. സോ ഇമ്പൾസ് മൊമെൻറ്റം പ്രിൻസിപ്പിൾ എന്താണ്? ദ മൊമെൻറ്റം ഓഫ് എ പാർട്ടിക്കിൾ ഈസ് ഈക്വൽ ടു ചേഞ്ച് ഇൻ മൊമെൻറ്റം, ദെൻ ഇറ്റ് ഈസ് കോൾഡ് ഇമ്പൾസ് മൊമെൻറ്റം പ്രിൻസിപ്പിൾ. ആൻഡ് വാട്ട് ഈസ് ഇമ്പൾസീവ് ഫോഴ്സ് ആൻഡ് വാട്ട് ഈസ് ഇമ്പൾസ് ആൻഡ് യൂണിറ്റ് എന്താണ്? ഇനി ഇമ്പൾസിൻ്റെ ഡയമെൻഷൻ എന്താ മക്കളെ? സെയിം ആസ് ദാറ്റ് ഓഫ് മൊമെൻറ്റം, എം എൽ ടി റേസ് ടു -1. ഓർത്തിരിക്കൂ, ഇമ്പൾസ് മൊമെൻറ്റം പ്രിൻസിപ്പിൾ, ഇമ്പൾസ് മൊമെൻറ്റം പ്രിൻസിപ്പിളിൻ്റെ യൂണിറ്റും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ലോയും കൂടി നമുക്ക് നോക്കാം. നമ്മൾ പഠിച്ചിട്ടുണ്ട് ന്യൂട്ടൻ്റെ ഫസ്റ്റ് ലോ, എവറി ബോഡി കണ്ടിന്യൂസ് ഇൻ ഇറ്റ്സ് മോഷൻ ഓർ സ്റ്റേറ്റ് ഓഫ് റെസ്റ്റ് അൺടിൽ ആൻ എക്സ്റ്റേണൽ അൺബാലൻസ്ഡ് ഫോഴ്സ് ആക്ട് ഓൺ ഇറ്റ്. ഒരു ഫോഴ്സ് ആക്ട് ചെയ്യുന്നവരെ അത് റെസ്റ്റിലായിരിക്കും അല്ലെങ്കിൽ മോഷനിലായിരിക്കും അല്ലേ? അതിനൊരു സിറ്റുവേഷൻ നിങ്ങൾക്ക് പറയാൻ വേണമെങ്കിൽ, നമ്മൾ ഒരു ഇത് മറ്റേ ബസ്സിലൊക്കെ പോകുമ്പോൾ ക്യാരിയറിൽ ഇങ്ങനെ കൈപിടിച്ചിരിക്കുന്ന സമയത്ത് ബസ് ഇങ്ങനെ മൂവ് ചെയ്തുകൊണ്ട് പോവാം. പെട്ടെന്ന് ബസ് ഇങ്ങനെ മൂവ് ചെയ്യുമ്പോൾ ഒരു കുഴപ്പമില്ല, നമ്മൾ അതിങ്ങനെ മൂവ് ചെയ്തുകൊണ്ടിരിക്കുക. പെട്ടെന്ന് ബ്രേക്ക് അപ്ലൈ ചെയ്യുമ്പോൾ നമ്മൾ മുന്നോട്ട് പോകും. അൺബാലൻസ് ഫോഴ്സ് ആക്ട് ചെയ്തു, നമ്മുടെ പൊസിഷന് ചേഞ്ച് ഉണ്ടായി.
അപ്പോൾ ഇതുപോലെ കുറേ ലൈഫുമായിട്ട് എക്സാമ്പിൾ ഉണ്ട്, അതൊക്കെ നിങ്ങളൊന്ന് കണ്ടെത്തി നോക്കാം. ഓക്കെ, ഇനി നമ്മൾ ന്യൂട്ടൻ്റെ സെക്കൻഡ് ലോ പഠിച്ചു. ന്യൂട്ടൻ്റെ സെക്കൻഡ് ലോ എന്താണ്? ഫോഴ്സ് ഈസ് ഡയറക്ട്ലി അല്ലെങ്കിൽ മൊമെൻറ്റം ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെൻറ്റം ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ഫോഴ്സ് ആക്ടിങ് ഓൺ ഇറ്റ്. അത് പഠിച്ച ഫിസിക്കൽ ഡെമി എന്ന് പറയുന്ന ഒരു ഇക്വേഷൻ നമ്മൾ ഡെറൈവ് ചെയ്തു. ആൻഡ് തേർഡ് വൺ എന്ന് പറയുന്നത് നമുക്ക് പറയുന്ന ഒരു ലോയാണ് ന്യൂട്ടൻ്റെ തേർഡ് ലോ. ന്യൂട്ടൻ്റെ തേർഡ് ലോ എല്ലാവർക്കും അറിയാവുന്നതാണ്. ഫോർ എവറി ആക്ഷൻ ദർ ഈസ് അൻ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് റിയാക്ഷൻ. ഫോർ എക്സാമ്പിൾ നമുക്ക് സിമ്പിളായിട്ട് ചില ടീച്ചേഴ്സൊക്കെ പറയാറുണ്ട്, ഒരു ബോൾ അങ്ങോട്ട് ഇട്ട് കഴിഞ്ഞാൽ റബ്ബർ ബോൾ ഇട്ട് കഴിഞ്ഞാൽ തിരിച്ചു വരുന്നു. വേണമെങ്കിൽ ന്യൂട്ടൻ്റെ തേർഡ് ലോ ആയിട്ട് എക്സാമ്പിളായിട്ട് പറയുന്ന ഒരു സിറ്റുവേഷനിൽ പലരും പറയാറുണ്ട്. ഫോർ എവറി ആക്ഷൻ ദർ ഈസ് അൻ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് റിയാക്ഷൻ. എന്ത് നമ്മൾ ചെയ്താലും അതിന് ഈക്വലായിട്ടുള്ള ഓപ്പോസിറ്റ് റിയാക്ഷൻ അവിടെ ഉണ്ടാവും എന്നാണ് ന്യൂട്ടൻ്റെ തേർഡ് ലോ പറയുന്നത്. അത് നമുക്ക് ഒന്ന് ഓർത്തിരിക്കുക. 3 ലോസും 3 സ്റ്റേറ്റ്മെൻറ്റായിട്ട് നിങ്ങളൊന്ന് ഓർത്തിരിക്കുക. റൈറ്റ് ന്യൂട്ടൺ ഫസ്റ്റ് ലോ എന്ന് പറഞ്ഞാലോ സെക്കൻഡ് ലോ എന്ന് പറഞ്ഞാലോ തേർഡ് ലോ എന്ന് പറഞ്ഞാലോ എഴുതാനായിട്ട് നിങ്ങൾക്ക് പറ്റിയിരിക്കണം. ഓക്കെ, ഇനി നമ്മൾ പറയാൻ പോകുന്ന ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരാളാണ്, എല്ലാവരും ഒന്ന് ശ്രദ്ധിച്ചിരിക്കണം. ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മൊമെൻറ്റം. ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മൊമെൻറ്റം എന്ന് പറയുന്നു. എന്താണ് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മൊമെൻറ്റം പറയുന്നത്? ഏറ്റവും സിമ്പിളായിട്ട് നമുക്ക് വേണമെങ്കിൽ പറയാൻ പറ്റും. ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മൊമെൻറ്റം എന്ന് പറയുന്നത് ഏറ്റവും ഒരു സിമ്പിളായിട്ട് പറയാം. ഇഫ് ദർ ഇസ് നോ എക്സ്റ്റേണൽ ഫോഴ്സ്, എക്സ്റ്റേണൽ ഫോഴ്സ് ഇല്ല എങ്കിൽ മൊമെൻറ്റം കോൺസ്റ്റൻ്റ് ആണ്. നമ്മൾ പറയുന്ന ടേം ഇതാണ്, മൊമെൻറ്റം കൺസേർവ്ഡ് ആണ്. അതെന്താണ് സാറേ ഇങ്ങനെ? നിങ്ങൾ മാത്സിൽ ലിമിറ്റ്സ് ആൻഡ് ഡെറിവേറ്റീവ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ നിങ്ങൾ പഠിച്ചതാണ്. ഫോർ എക്സാമ്പിൾ, ഇഫ് ഡെൽറ്റ ഓർ ഡി എക്സ് ബൈ dy by dx is equal to 0, derivative of y with respect to x 0 ആണെങ്കിൽ അതിനർത്ഥം y എന്ന് പറയുന്ന ആൾ ഇതൊരു കോൺസ്റ്റൻ്റ് ആണ്. നിങ്ങളിത് പഠിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ നിങ്ങൾ പഠിക്കും. ഏതെങ്കിലും ഒരാളുടെ ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ കോൺസ്റ്റൻ്റ് ആണെങ്കിൽ അതിൻ്റെ ഡെറിവേറ്റീവ് 0 ആയിരിക്കും. ഇവിടെ ആ ഒരു കോൺസെപ്റ്റ് വെച്ചാണ് നമ്മൾ ഇതിനെ എക്സ്പ്ലെയിൻ ചെയ്തത്. നമ്മൾ പഠിച്ചു എഫ് എക്സ്റ്റേണൽ, ഇഫ് ദർ ഇസ് നോ എക്സ്റ്റേണൽ ഫോഴ്സ് ആക്ടിങ് ഓൺ ദ സിസ്റ്റം then the momentum is conserved or constant എന്ന് പറയുന്നു. നമുക്കിതൊന്ന് പ്രൂവ് ചെയ്ത് നോക്കാം. എന്താണ് ഞാനീ പറഞ്ഞത്? ഞാൻ നിങ്ങളോട് പറഞ്ഞു, നമ്മൾ നേരത്തെ എഴുതിയല്ലോ ന്യൂട്ടൻ്റെ സെക്കൻഡ് ലോയിൽ എഫ് ഇസ് ഈക്വൽ ടു എന്താ മക്കളെ? ഡി പി ബൈ ഡി ടി എന്നാണ് നമ്മൾ എഴുതിയത്. റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെൻറ്റ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദ ഫോഴ്സ് ആക്ടിങ് ഓൺ ദ സിസ്റ്റം. പഠിച്ചതാണ്. എഫ് 0 ആണെങ്കിൽ ഡി പി ബൈ ഡി ടി 0 അല്ലേ മക്കളെ? ഡി പി ബൈ ഡി ടി 0 ആണെങ്കിൽ ഈ പി എന്താവണം? ഇതാ അവിടെ പറഞ്ഞിട്ടുണ്ട്, ബൈ കോൺസ്റ്റൻ്റ് ആവണ പോലെ ഈ പി കോൺസ്റ്റൻ്റ് ആവണം. ഇതിനെയാണ് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മൊമെൻറ്റം എന്ന് പറയുന്നത്. നമ്മളതിനെ പറയാൻ ഉപയോഗിക്കുന്ന സ്റ്റേറ്റ്മെൻറ്റ് ഇതാണ്, ഇഫ് നോ എക്സ്റ്റേണൽ ഫോഴ്സ് ആക്ടിങ് ഓൺ ദ സിസ്റ്റം എന്ന് പറയുന്നു. അല്ലെങ്കിൽ നമ്മൾ പറയുന്നു ദ ടോട്ടൽ മൊമെൻറ്റം ഓഫ് ആൻ ഐസൊലേറ്റഡ് സിസ്റ്റം ഈസ് കൺസേർവ്ഡ്. സിമ്പിളായിട്ട് അങ്ങനെയും പറയാം. ദ ടോട്ടൽ മൊമെൻറ്റം ഓഫ് ആൻ ഐസൊലേറ്റഡ് സിസ്റ്റം ഈസ് കൺസേർവ്ഡ്. എന്ത് ഈ ഐസൊലേറ്റഡ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ എക്സ്റ്റേണൽ ഫോഴ്സ് ആക്ട് ചെയ്യുന്നത് ഇല്ല. ഇഫ് ദർ ഇസ് നോ എക്സ്റ്റേണൽ ഫോഴ്സ് ആക്ടിങ് ഓൺ ഇറ്റ് ദെൻ ദാറ്റ് സിസ്റ്റം ഈസ് കോൾഡ് ഐസൊലേറ്റഡ് സിസ്റ്റം. അങ്ങനെ ഒരു ഐസൊലേറ്റഡ് സിസ്റ്റം ഉണ്ടെങ്കിൽ എക്സ്റ്റേണൽ ഫോഴ്സ് ആക്ട് ചെയ്യുന്നൊന്നുമില്ല, എക്സ്റ്റേണൽ ഫോഴ്സ് ഇല്ല, ദെൻ അവിടെ മൊമെൻറ്റം എപ്പോഴും കോൺസ്റ്റൻറ്റ്. മക്കളെ, മൊമെൻറ്റം കോൺസ്റ്റൻ്റ് എന്ന് പറഞ്ഞാൽ മാസ് ഇൻറ്റു വെലോസിറ്റി, അവിടെ ചേഞ്ച് ഇൻ വെലോസിറ്റി എന്തോ അവിടെ അയാൾ കോൺസ്റ്റൻ്റ് എന്നല്ലേ അർത്ഥം. ആൻഡ് ദ ബോഡി ഈസ് മൂവിങ് ഓർ വിത്ത് കോൺസ്റ്റൻറ്റ്, അല്ലെങ്കിൽ നമ്മൾ പറയാറുണ്ട് കോൺസ്റ്റൻറ്റ് മൊമെൻറ്റത്തിലാണ് ബോഡി എന്ന് പറയുന്നു. ഓക്കെ, നമുക്ക് നോക്കാം. മൊമെൻറ്റം കോൺസ്റ്റൻ്റ് ആണെങ്കിൽ ഇനി വേണമെങ്കിൽ നമുക്കിത് ഇങ്ങനെയും കൂടി പറയാം. ഇനീഷ്യൽ മൊമെൻറ്റവും ഫൈനൽ മൊമെൻറ്റവും സെയിം ആണ്. ആ സിറ്റുവേഷനിൽ അങ്ങനെ പറയാം, ദീസ് ആർ കൊളൈഡിങ്. നമുക്ക് അങ്ങനെ ഒരു സിറ്റുവേഷൻ പറയാം. ഇപ്പോൾ എൻ്റെ കയ്യിലൊരു M1 എന്ന് പറയുന്ന ബോഡി U1 എന്ന് പറയുന്ന വെലോസിറ്റിയിൽ മൂവ് ചെയ്യുന്നു, M2 എന്ന് പറയുന്ന വെലോസിറ്റി U2 എന്ന് പറയുന്ന വെലോസിറ്റിയിൽ മൂവ് ചെയ്യുന്നു. ആഫ്റ്റർ എ ടൈം T they are colliding each other. After again they are moving, M1 is moving with a velocity v1 and M2 is moving with a velocity v2. ഇങ്ങനെ ഒരു കണ്ടീഷൻ ആണെങ്കിൽ ഇവിടുത്തെ ഇനീഷ്യൽ മൊമെൻറ്റം എന്താണ്? M1 u1 plus M2 u2. And what is final momentum? M1 v1 plus M2 v2. ഇതും ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മൊമെൻറ്റം തന്നെയാണ്. ഇനീഷ്യൽ മൊമെൻറ്റം is equal to
ഫൈനൽ മൊമെൻറ്റം ഇഫ് ടു ബോഡീസ് ആർ കൊളൈഡ് ഈച്ച് അതർ. ഓർ നമുക്ക് പറയാറുണ്ട് ഇഫ് ദ മൊമെൻറ്റം ഓർ ഇഫ് ദ external force acting on the system, അല്ലെങ്കിൽ പറയും for an isolated system the total momentum is conserved or constant എന്നും പറയാറുണ്ട്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നമ്മുടെ ഒരു ലോ ആണ്, ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മൊമെൻറ്റം. എക്സാമിന് ചോദിക്കാറുണ്ട് വാട്ട് ഈസ് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മൊമെൻറ്റം. അപ്പോൾ ഒരു ഐസൊലേറ്റഡ് സിസ്റ്റത്തിൽ, ഐസൊലേറ്റഡ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മൾ പഠിച്ചായിരുന്നു ഐസൊലേറ്റഡ് സിസ്റ്റം എന്താണ്. അവിടെ എക്സ്റ്റേണൽ ടോർക്ക് ഇല്ലാത്ത, എക്സ്റ്റേണൽ ടോർക്കൊന്നും അപ്ലൈ ചെയ്യാത്ത ഒരു സിസ്റ്റത്തിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഐസൊലേറ്റഡ് സിസ്റ്റം എന്ന് നമ്മളത് പഠിച്ചായിരുന്നു അല്ലേ. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്ന വളരെ ഇമ്പോർട്ടൻ്റ് ആയ മറ്റൊരു ടോപ്പിക്കാണ് ഈ ന്യൂട്ടൻ്റെ തേർഡ് ലോയുമായി ബന്ധപ്പെട്ട് നമ്മൾ ഒരുപാട് കാര്യങ്ങൾ പഠിച്ചു അല്ലേ. ന്യൂട്ടൻ്റെ തേർഡ് ലോ എന്താണെന്ന് നമ്മൾക്കറിയാം, ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. നമ്മുടെ ഫോക്കസ് ഏരിയയിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയ 2 ആപ്ലിക്കേഷൻസ് നമ്മുടെ ന്യൂട്ടൺസ് ലോ ആയിട്ടുള്ളത്. ഒന്ന് റീകോയിൽ ഓഫ് ഗൺ. എന്താണ് റീകോയിൽ ഓഫ് ഗൺ എന്ന് പറയുന്നത്? ഒരാൾ ഒരു ഗണ്ണുമായിട്ട്, എനിക്ക് വരക്കാൻ അറിയില്ല എന്നാലും ഞാൻ ജസ്റ്റ് ഒന്ന് വരക്കാം. ഇതൊരു ഗണ്ണാണെന്ന് വിചാരിക്കുക. ഇവിടെ അതിൻ്റെ ബുള്ളറ്റ് ഇടുന്നു. ഈ ബുള്ളറ്റ് ഇതിലൂടെ പോകുമ്പോൾ ആ ബുള്ളറ്റിൻ്റെ വെലോസിറ്റിയെ നമുക്ക് മസിൽ വെലോസിറ്റി എന്ന് വിളിക്കാം. ബുള്ളറ്റിൻ്റെ മാസ് സ്മോൾ എം ആണ്. ബുള്ളറ്റിൻ്റെ വെലോസിറ്റിനെ യു എന്ന് വിളിക്കുന്നു. ബുള്ളറ്റ് അങ്ങോട്ട് മൂവ് ചെയ്യുന്നു. തിരിച്ച് ഈ ബുള്ളറ്റ് മൂവ് ചെയ്യുമ്പോൾ ഈ ഗണ്ണ് തിരിച്ച് ബാക്ക്വേർഡ് ഡയറക്ഷനിൽ ഒരു വെലോസിറ്റി ഉണ്ടാക്കും. ആൻഡ് ദാറ്റ് ബാക്ക്വേർഡ് ഡയറക്ഷനിൽ ഉണ്ടാക്കുന്ന ആ വെലോസിറ്റിയെ നമ്മൾ വിളിക്കുന്ന പേരാണ് റീകോയിൽ വെലോസിറ്റി എന്ന് പറയുന്നു. റീകോയിൽ വെലോസിറ്റി. അതുകൊണ്ടാണ് ഗൺ ഷൂട്ട് ചെയ്യുന്ന ആളുകളൊന്നും കണ്ണിനടുത്ത് കൊണ്ടൊന്ന് വെച്ചിട്ട് എന്ത് ചെയ്യില്ല, ഗൺ ഷൂട്ട് ചെയ്യാറില്ല. കാരണം എന്താണ്, ഈ റീകോയിൽ വെലോസിറ്റി ആണ് നമ്മൾ ഇവിടുത്തെ സ്കള്ള് പൊട്ടിപ്പോകാനുള്ള ചാൻസ് ഉണ്ട്. അതിന് മാത്രം ലാർജ് എമൗണ്ട് ഓഫ് വെലോസിറ്റി ആയിരിക്കില്ല വരുന്നത്, എന്നാൽ പോലും അത് നമുക്ക് ബുദ്ധിമുട്ടുണ്ടാക്കും. ഇവിടെ അതിന് ഒരു എക്സ്പ്രഷൻ കാണിച്ചു തരാം അതെങ്ങനെയാണ് വരുന്നത്, അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എന്താ സംഭവിക്കണമെന്ന്. അതുകൊണ്ട് ഗണ്ണൊക്കെ ഫയർ ചെയ്യുമ്പോൾ എപ്പോഴും ടി വിയിലൊക്കെ കാണുന്നു, മൂവിയിലൊക്കെ കാണുന്നു എന്ന് പറയണല്ലോ, നമ്മൾ ഇങ്ങനെ വെച്ചിട്ടല്ല ഷൂട്ട് ചെയ്യുന്നത്. ഒരു മിനിമം ഗ്യാപ്പ് നമ്മൾ അവിടെ കീപ്പ് ചെയ്യും. അപ്പോൾ ഗണ്ണ് ഫയർ ചെയ്ത് കഴിയുമ്പോൾ തിരിച്ച് ഇങ്ങോട്ട് വരുമ്പോഴും നമുക്ക് വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല. അതേപോലെ തന്നെ ആർമി ക്യാമ്പിലും നമ്മുടെ നേവിയിലൊക്കെ എയർഫോഴ്സും എല്ലാവരും ഗൺ യൂസ് ചെയ്യുന്നവരെല്ലാവരും ഷൂട്ടിംഗ് സമയത്തൊക്കെ നിങ്ങൾക്കറിയാം ഒരു മിനിമം ഗ്യാപ്പ് കീപ്പ് ചെയ്യാറുണ്ട്. അതെന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ റീകോയിൽ സിറ്റുവേഷൻ വരാതിരിക്കാൻ വേണ്ടിയാണ്. സോ റീകോയിൽ ഓഫ് എ ഗൺ എന്ന് പറഞ്ഞാൽ എന്താണ്, ബുള്ളറ്റ് മുന്നോട്ട് പോകുമ്പോൾ ഗണ്ണ് തിരിച്ച് ബാക്ക്വേർഡ് ഡയറക്ഷനിൽ, ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ ഒന്ന് കുറച്ച് പിന്നിലോട്ട് വരും. ആ സിറ്റുവേഷനെ നമ്മൾ വിളിക്കുന്ന പേരാണ് റീകോയിൽ ഓഫ് ഗൺ എന്ന് പറയും. റീകോയിൽ ഓഫ് ഗൺ. സോ റീകോയിൽ ഓഫ് ഗൺ എന്തുകൊണ്ടാണ് ഉണ്ടാവുന്നതെന്ന് നമ്മൾ പഠിച്ചു. എന്താ കാര്യം, ഫ്രണ്ടിലോട്ട് പോകുന്നതിൻ്റെ ഒരു ഇമ്പാക്റ്റാണ് ഉണ്ടാകുന്നത്. സോ വാട്ട് ഈസ് റീകോയിൽ ഓഫ് ഗൺ? എല്ലാവരും ഒരു ഹെഡിങ് എഴുതണം, റീകോയിൽ ഓഫ് ഗൺ എന്ന് എഴുതാം. റീകോയിൽ ഓഫ് ഗൺ എന്ന് പറഞ്ഞാൽ എന്താണ്, ദ മൂവ്മെൻറ്റ് ഓഫ് ഗൺ ഇൻ ബാക്ക്. ഗണ്ണ് ബാക്കിലോട്ട് മൂവ് ചെയ്യുന്നു. വെൻ ബുള്ളറ്റ് ഈസ് ഫയർഡ്. ബുള്ളറ്റ് മുന്നോട്ട് പോകുമ്പോൾ ഗണ്ണ് ബാക്കിലോട്ട് മൂവ് ചെയ്യുന്നു. ആൻഡ് ദിസ് property അല്ലെങ്കിൽ this situation is known as recoil of gun, and the velocity at which what velocity the gun moving back, and that velocity is called recoil velocity എന്ന് വിളിക്കുന്നു. ഓക്കെ, റീകോയിൽ വെലോസിറ്റി എന്ന് വിളിക്കുന്നു. ഇനി നമുക്ക് അവിടുത്തെ ഒരു എക്സ്പ്രഷൻ നമുക്ക് നോക്കാം. നമ്മൾ നേരത്തെ പഠിച്ചു, ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മൊമെൻറ്റം പഠിച്ചു. ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മൊമെൻറ്റത്തിൻ്റെ ഒരു ആപ്ലിക്കേഷനാണ് റീകോയിൽ ഓഫ് ഗൺ എന്ന് പറയുന്നു. ഈ ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മൊമെൻറ്റത്തിൽ നമ്മൾ പഠിച്ചു മൊമെൻറ്റം ബിഫോർ ഫയറിങ് നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലേ. മൊമെൻറ്റം, ഇനീഷ്യൽ മൊമെൻറ്റവും ഫൈനൽ മൊമെൻറ്റവും എപ്പോഴും എന്താണ്, സെയിം ആണ്. അപ്പോൾ ഇവിടുത്തെ ഇനീഷ്യൽ മൊമെൻറ്റം എന്ന് പറഞ്ഞാൽ ഫയർ ചെയ്യുന്നതിന് മുമ്പ്, മൊമെൻറ്റം ബിഫോർ ഫയറിങ്ങും മൊമെൻറ്റം ആഫ്റ്റർ ഫയറിങ്ങും. ഓക്കെ, മൊമെൻറ്റം ആഫ്റ്റർ ഫയറിങ്. മക്കളെ, മൊമെൻറ്റം ബിഫോർ ഫയറിങ്ങിൽ നിങ്ങളൊന്ന് സിറ്റുവേഷൻ ഒന്ന് ആലോചിച്ച് നോക്കണം കേട്ടോ. ബിഫോർ ഫയറിങ്ങിൽ എന്തെങ്കിലും മൊമെൻറ്റം ഉണ്ടോ? ഒരു മൊമെൻറ്റും ഇല്ല. കാരണം എന്താ, ഗണ്ണും ആ ബുള്ളറ്റും അവിടെ റെസ്റ്റിലാണ്. സോ മൊമെൻറ്റം ബിഫോർ ഫയറിങ് ഈസ് ഈക്വൽ ടു 0. കാരണം എം യു ഒക്കെ 0 ആണ്. മൊമെൻറ്റം ആഫ്റ്റർ ഫയറിങ്ങിൽ എന്താ സംഭവിക്കണം, ബുള്ളറ്റിൻ്റെ മാസ് എം ആണ്, ബുള്ളറ്റിൻ്റെ വെലോസിറ്റി വി ആണ് എന്ന് വിചാരിക്കുക. പ്ലസ് ഗണ്ണിൻ്റെ മാസ് ക്യാപിറ്റൽ എം ആണ്, ഗണ്ണിൻ്റെ വെലോസിറ്റി എന്ന് പറയുന്നത് ക്യാപിറ്റൽ വി ആണെന്ന് വിചാരിക്കുക. അങ്ങനെയെങ്കിൽ നമുക്ക് പറയാം എം ഇൻറ്റു വി പ്ലസ് ക്യാപിറ്റൽ എം വി ഇസ് ഈക്വൽ ടു 0 എന്ന് പറയുന്നു. വേർ സ്മോൾ എം ഈസ് ദ മാസ് ഓഫ് ദ ബുള്ളറ്റ്, സ്മോൾ വി ഇസ് ദ മാസ് ഓഫ് ദ വെലോസിറ്റി. നമ്മൾ അതിന് മസിൽ വെലോസിറ്റി, മസിൽ സ്പീഡ് എന്ന് പറയുന്നു. ക്യാപിറ്റൽ എം ഈസ് ദ മാസ് ഓഫ് ദ ഗൺ, ക്യാപിറ്റൽ വി ഇസ് ദ വെലോസിറ്റി ഓഫ് ദ ഗൺ, അല്ലെങ്കിൽ പറയുന്നു റീകോയിൽ വെലോസിറ്റി എന്ന് പറയുന്നു. മക്കളെ, ഇവിടുന്ന് ഞാൻ ഈ
ഈ ക്യാപിറ്റൽ എം ബിന് ഇപ്പുറത്തേക്ക് കൊണ്ടുവന്നു. ക്യാപിറ്റൽ എം ബി ഈസ് ഈക്വൽ ടു എം ബി എന്നാവും. ഇവിടെ ഒരു മൈനസ് സൈൻ ഇട്ട് കൊടുക്കുന്നു. ഓർ ക്യാപിറ്റൽ ബി ഈസ് ഈക്വൽ ടു മൈനസ് എം ഇൻറ്റു സ്മോൾ ബി ബൈ ക്യാപിറ്റൽ എം എന്നാണ്. മൈനസ് എം ഇൻറ്റു മൈനസ് സ്മോൾ എം ഇൻറ്റു വി ബൈ ക്യാപിറ്റൽ എം എന്ന് പറയുന്നു. ദിസ് ഈസ് ദ എക്സ്പ്രഷൻ ടു ഫൈൻഡ് ദ റീകോയിൽ വെലോസിറ്റി. റീകോയിൽ വെലോസിറ്റിക്ക് ഉപയോഗിക്കുന്ന ഇക്വേഷനാണ്. ചില സിറ്റുവേഷനിൽ നമ്മൾ ഇതിനെ യു എന്നും വിളിക്കാറുണ്ട്. അങ്ങനെ യു എന്ന് വിളിച്ചാലും നമുക്ക് ഇവിടെ ഇക്വേഷൻ ചേഞ്ച് ഒന്നുമില്ല. ബട്ട് വാട്ട് ഈസ് ദ സ്പീഡ് ഓഫ് ദ ബുള്ളറ്റ് ഈസ് കോൾഡ് ആസ് മസിൽ സ്പീഡ് എന്നോ മസിൽ വെലോസിറ്റിയോ എന്ന് പറയാറുണ്ട്. ഇനി നിങ്ങളൊന്ന് മനസ്സിലാക്കിയേ, ഈ ബുള്ളറ്റ് ഈ ഗണ്ണിൻ്റെ മാസ് എന്ന് പറയുന്നത് ലാർജ് ആണെങ്കിൽ ഈ വെലോസിറ്റി കുറവായിരിക്കും, കുഴപ്പമില്ല. പക്ഷേ ഈ ഗണ്ണിൻ്റെ മാസ് എന്ന് പറയുന്നത് ലോ ആണെങ്കിൽ റീകോയിൽ വെലോസിറ്റി കൂടുതലേക്കും. അപ്പോൾ റീകോയിൽ വെലോസിറ്റി കൂടും. അത് മാത്രമല്ല, ഇവിടെ ഫയർ ചെയ്യുന്ന ബുള്ളറ്റ് ലാർജാണ്, ബുള്ളറ്റിൻ്റെ വെലോസിറ്റി ലാർജ് ആണെങ്കിലോ ഈ റീകോയിൽ വെലോസിറ്റിയും കൂടും. അപ്പോൾ ബുള്ളറ്റ് ഭയങ്കര ഫാസ്റ്റിലോട്ടാണ് മുന്നോട്ട് പോകുന്നത്. ബുള്ളറ്റ് മാക്സിമം ഫാസ്റ്റ്, നിങ്ങൾക്ക് അറിയാലോ. ഗണ്ണ് ടി വിയിലൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ട്. ഗണ്ണെന്ന് പറഞ്ഞാൽ പതിയാണോ പോകുന്നതല്ല, ഗണ്ണ് വീണ് ആലോചിച്ച് അനങ്ങിയാണോ ബുള്ളറ്റ് പോകുന്ന, ഒരിക്കലും ഭയങ്കര ഫാസ്റ്റാണ്. ഇവിടുത്തെ ഇത് നമ്മൾ ഒന്ന് ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ ആ ബുള്ളറ്റ് മാക്സിമം വെലോസിറ്റിയിലാണ് ഗണ്ണിൽ നിന്ന് പോകുന്നത്. ആ മാക്സിമം വെലോസിറ്റി എന്ന് പറയുമ്പോഴും റീകോയിൽ വെലോസിറ്റിയും തിരിച്ചു വരുന്നുണ്ട്. കാരണം ഈ ഗണ്ണ് ബാക്കിലേക്ക് മൂവ് ചെയ്യുന്നുണ്ട്. ആ റീകോയിൽ വെലോസിറ്റി എന്ന് പറയുന്നത് എന്തായിരിക്കും? മാക്സിമം ആയിരിക്കും. അപ്പോൾ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. റീകോയിൽ വെലോസിറ്റിയുമായി ബന്ധപ്പെട്ട് പ്രോബ്ലം എന്തായാലും ഉണ്ടാവും. ദിസ് മൈനസ് സൈൻ കാണിക്കുന്ന ഷോസ് ചെയ്യുന്നത് എന്താണ്? ദിസ് മൈനസ് സൈൻ ഇൻഡിക്കേറ്റ് ദാറ്റ് ദ ഗൺ ഈസ് റീകോയിലിംഗ് ടു ബാക്ക്. അത് കാണിക്കാനാണ് അവിടെ നെഗറ്റീവ് സൈൻ ഇട്ടേക്കുന്നത്. സോ ഇതുമായി ബന്ധപ്പെട്ട് നമുക്കൊരു പ്രോബ്ലം ഉറപ്പായിട്ട് എക്സാമിനുണ്ടാവും. ആ പ്രോബ്ലം നിങ്ങൾ ചെയ്യേണ്ടി വരും. ഓക്കെ, ഇനി നമുക്ക് ഇതുപോലെ തന്നെ വേറൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ആപ്ലിക്കേഷൻ നമുക്ക് പഠിക്കാനുണ്ട്. റോക്കറ്റ് പ്രൊപ്പൽഷൻ എന്ന് പറയുന്ന ഒരു ആപ്ലിക്കേഷൻ കൂടി നമുക്ക് പഠിക്കാനുണ്ട്. നമുക്ക് നോക്കാം റോക്കറ്റ് പ്രൊപ്പൽഷൻ. ഇനി നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഫാക്റ്റാണ് റോക്കറ്റ് പ്രൊപ്പൽഷൻ. ശരിക്കും പറഞ്ഞാൽ ഈ ലോസ് ഓഫ് മോഷൻ 3 സെക്ഷനായിട്ടാണ് നമുക്കുള്ളത്. ഈ ചാപ്റ്ററിൽ ആദ്യത്തെ ഭാഗം ലോസ് ഓഫ് മോഷനിലെ ലോസുകളുമായി ബന്ധപ്പെട്ടതും മൊമെൻറ്റവുമായി ബന്ധപ്പെട്ടതും, മിഡിൽ പോർഷൻ എന്ന് പറയുന്നത് ഫ്രിക്ഷനുമായി ബന്ധപ്പെട്ടതും, ആൻഡ് ലാസ്റ്റ് പോർഷൻ ഈസ് ഡീലിംഗ് വിത്ത് സർക്കുലാർ മോഷൻ. സർക്കുലാർ മോഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും, നമ്മൾ ഹൈ റേഞ്ചൊക്കെ പോയിട്ട് നോക്കിയിട്ട് ഇടുക്കിയിലും അതുപോലെ തന്നെ പാലക്കാട് നിങ്ങൾ ആ ഏരിയകളിൽ നെല്ലിയാമ്പതിയൊക്കെ പോകുമ്പോൾ നിങ്ങൾക്ക് അറിയാൻ പറ്റും ആ റോഡുകൾക്കൊരു പ്രത്യേകത ഉണ്ട്. ഹൈ റേഞ്ചിൽ ശരിക്കും ഇങ്ങനെ പാരലലായിട്ടല്ലല്ലോ, ആ റോഡുകൾക്കൊരു പ്രത്യേകത ഉണ്ട്. ആ റോഡിൻ്റെ കൺസ്ട്രക്ഷൻ എങ്ങനെയാണ് അങ്ങനെ വന്നത്? അതിൽ കർവ്ഡ് റോഡിന് എന്താ പ്രത്യേകത? നമ്മളിപ്പോൾ ബൈക്കുമായിട്ട് പോകുന്നു, ഒരു വലിയൊരു കർവ് വന്നു, ഞാൻ ഇങ്ങനെ സ്പീഡിൽ പോയിട്ട് ആ കർവ് വന്നപ്പോൾ ഞാനൊന്ന് ചരിഞ്ഞില്ല എങ്കിൽ എൻ്റെ ബൈക്ക് അവിടെ സ്കിഡാവും. അപ്പോൾ ആ സ്കിഡ് ആകുന്നതിന് എന്താണ് അവിടെ റീസൺ? അങ്ങനെ സ്കിഡ് ആവാതിരിക്കാൻ എന്ത് ചെയ്യണം? അവിടുത്തെ വെലോസിറ്റീനെ എങ്ങനെ കൂട്ടണം, എങ്ങനെ കുറക്കണം? ഇതൊക്കെ നമുക്ക് ഈ ചാപ്റ്ററിൽ വരുന്നുണ്ട് പഠിക്കാനായിട്ട്. സോ നൗ റോക്കറ്റ് പ്രൊപ്പൽഷനെ കുറിച്ചാണ് നമ്മളിപ്പോൾ പഠിക്കുന്നത്. എന്താണ് റോക്കറ്റ് പ്രൊപ്പൽഷൻ എന്ന് പറയുന്നത്? വളരെ ഇമ്പോർട്ടൻ്റ് ആണ് റോക്കറ്റ് പ്രൊപ്പൽഷൻ. നമുക്ക് നോക്കാം. നിങ്ങൾക്കറിയാം മൾട്ടി സ്റ്റേജ് റോക്കറ്റ് എന്ന് പറയും. ഇത് റോക്കറ്റിൻ്റെ ടോപ്പാണ്. ഇത് വേണമെങ്കിൽ ഫസ്റ്റ് സ്റ്റേജ് എന്ന് പറയുന്നു, ഇത് സെക്കൻഡ് സ്റ്റേജ് എന്ന് പറയുന്നു, ഇതൊരു തേർഡ് സ്റ്റേജ്, ഇത് ഫോർത്ത് സ്റ്റേജ്. ഇവിടെയാണ് നമ്മൾ എർത്തിൽ വെച്ചിട്ട് ഫയർ ചെയ്യുന്നത്. ഇതെല്ലാം ഇതിനകത്തെല്ലാം എന്താണ്, ഏതാണോ ഫ്യൂവൽ നമ്മൾ യൂസ് ചെയ്യുന്നത് ആ ഫ്യൂവലാണ്. ഇവിടെ എല്ലാം ഫ്യൂവലാണ് കേട്ടോ. നിങ്ങൾ വിചാരിക്കും നമ്മുടെ റോക്കറ്റിനകത്ത് നിറച്ചും മെഷീനും എൻജിനും അങ്ങനെ ഓരോ സിറ്റുവേഷനിലും ഫ്യൂവലാണ്. എന്നിട്ട് ചിലപ്പോൾ ഇവിടെയും കൂടി ഉണ്ടാകുന്നുള്ളൂ. ഓരോ സിറ്റുവേഷനിലും ഫ്യൂവലാണ്. എന്നിട്ട് ഈ ടോപ്പിലാണ് നമ്മൾ ആ സാറ്റലൈറ്റ് ലോഞ്ച് ചെയ്യേണ്ട സാറ്റലൈറ്റോ അല്ലെങ്കിൽ ഏത് എക്യുപ്മെൻ്റാണോ നമ്മൾ ഔട്ടർ മോസ്റ്റ് ലെയറിലേക്ക് എത്തിക്കുന്നത്, അല്ലെങ്കിൽ നമുക്ക് എന്തിനാണോ യൂസ് ചെയ്യണം ഏതെങ്കിലും ആയിക്കോട്ടെ, പല സിറ്റുവേഷനിൽ നമ്മൾ യൂസ് ചെയ്യുന്ന സാറ്റലൈറ്റുകൾ നമ്മൾ ഇവിടെയാണ് മാക്സിമം വെക്കാനായിട്ട് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇതെന്താണ് റോക്കറ്റ് എന്ന് പറയുന്നത്? റോക്കറ്റ് ഫയർ ചെയ്യാൻ നേരത്ത്, എല്ലാവരും ശ്രദ്ധിച്ചിരുന്നോ? റോക്കറ്റ് ഫയർ ചെയ്യാൻ നേരത്ത് എന്ത് സംഭവിക്കുന്നു? ഓരോ ചേമ്പറിൽ നിന്ന് ഫ്യൂവൽ ഇങ്ങനെ ബേണായി വരും. അപ്പോൾ എന്ത് സംഭവിക്കും? ഇത് മുകളിലോട്ട് പോകുന്തോറും ഇതിൻ്റെ വെയിറ്റ് ഇങ്ങനെ മാസ് കുറഞ്ഞു വരും. അതെന്താ കാര്യം? ഓരോ ചേമ്പറും ഇങ്ങനെ ഫയർ ചെയ്ത് കത്തിത്തീരുക. ഇവിടുത്തെ ഇതിപ്പോൾ ഇങ്ങനെ മുകളിലോട്ട് പോയി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ആദ്യം ഈ ചേമ്പർ കത്തിത്തീരും. അപ്പോൾ ഇത്
റിമൂവ് ആകും. പിന്നെ അടുത്ത ചേമ്പർ കത്തിത്തരും, അത് റിമൂവ് ആവും. പിന്നെ അടുത്ത ചേമ്പർ കത്തിത്തരും, അടുത്ത റിമൂവ് ആവും. പിന്നെ അടുത്ത ചേമ്പർ കത്തിത്തരും, അത് റിമൂവ്. അങ്ങനെ റിമൂവ് ആയി എവിടെയാണോ എത്തേണ്ടത് അവസാനം അവിടെ ഈ പോർഷനിൽ ഏതാണോ നമ്മൾ വെക്കുന്ന ആ സാറ്റലൈറ്റ് മാത്രമേ അവിടെ കയറുള്ളൂ. അപ്പോൾ വെൻ ദ റോക്കറ്റ് ഈസ് ഫയർഡ് ഓൾ ഫ്യൂൽ ഈസ് ബേൺഡ് ഫ്രം ഓൾ ചേമ്പർ. എന്നിട്ട് എന്താ സംഭവിക്കണം, ഓരോ ഫ്യൂലിൽ നിന്ന് ഹോട്ട് ഗ്യാസസ് ഉണ്ട്. ശരിക്കും പറഞ്ഞാൽ ആ ഹോട്ട് ഗ്യാസ് ഉണ്ട് എന്ത് ചെയ്യുന്നുണ്ട്, എസ്കേപ്പ് ആവുന്നുണ്ട്. ഓക്കെ, ഓരോ ഹോട്ട് ഗ്യാസ് എന്ത് ചെയ്യുന്നു, എസ്കേപ്പ് ചെയ്യുന്നു. ഓരോ സിറ്റുവേഷനിലും ഫ്യൂൽ ബോൺ ചെയ്യുമ്പോൾ അവിടെ ഗ്യാസ് ഉണ്ടാകുന്നുണ്ട്. ആ ഹോട്ട് ഗ്യാസ് എസ്കേപ്പ് ചെയ്യുന്നു വിത്ത് ഹൈ മൊമെൻറ്റം, വിത്ത് ഹൈ വെലോസിറ്റി, വെരി ഹൈ വെലോസിറ്റി, വെരി ഹൈ മൊമെൻറ്റവും ആയിട്ടാണ് ഇത് എന്ത് ചെയ്യുന്നത്, എസ്കേപ്പ് ചെയ്യണം. അപ്പോൾ അത് എസ്കേപ്പ് ആകുമ്പോഴാണ് ഇതിങ്ങനെ മുകളിലോട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇതാണ് റോക്കറ്റ് പ്രൊപ്പൽഷൻ്റെ ഒരു ഇതെന്ന് പറയുന്നത്. അപ്പോൾ ഒന്നും കൂടി പഠിച്ചോളൂ, എല്ലാവരും ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടി. വെൻ റോക്കറ്റ് ഈസ് ഫയർഡ് ഈച്ച് ചേമ്പർ കണ്ടെയ്ൻഡ് ഫ്യൂൽ ഈസ് ബേൺഡ് ഓഫ് ഫയർഡ്, ഫുള്ള് അവിടെ ബേൺ ആവുന്ന സമയത്ത് അവിടെയൊക്കെ ഹോട്ട് ഗ്യാസ് ഉണ്ടാകുന്നുണ്ട്. ആ ഹോട്ട് ഗ്യാസ് കാരണമാണ് ഇത് മുന്നോട്ട് പോകുന്നത്. കാരണം ആ ഹോട്ട് ഗ്യാസ് എന്ന് പറയുന്നത് എന്ത് ചെയ്യുന്നുണ്ട്, ഹൈ സ്പീഡിൽ ഹൈ മൊമെൻറ്റത്തിൽ ഡൗൺവേർഡ് ഡയറക്ഷനിൽ അത് മൂവ് ചെയ്യും. അപ്പോൾ മൊമെൻറ്റം ഇവിടെ കൺസേർവ് ചെയ്യണമെങ്കിൽ ഇയാൾക്ക് എന്ത് ചെയ്തേ പറ്റുള്ളൂ, മുകളിലോട്ട് പോയേ പറ്റുള്ളൂ. സോ ടു കൺസേർവ് മൊമെൻറ്റം ദ റോക്കറ്റ് ഈസ് മൂവിങ് ടു അപ്വേർഡ് ഡയറക്ഷൻ. അങ്ങനെയാണ് നമ്മുടെ മൊമെൻറ്റത്തിൻ്റെ ഡയറക്ഷൻ പറയുന്നത്. ഓർ അപ്വേർഡ് ഡയറക്ഷൻ എന്നല്ല നമ്മളവിടെ പറയുന്നത്, ഫോർവേഡ് ഡയറക്ഷൻ എന്ന് പറയുന്നു. ഓക്കെ, സോ ഈ റോക്കറ്റ് പ്രൊപ്പൽഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. റോക്കറ്റ് പ്രൊപ്പൽഷനും അതേപോലെ തന്നെ നമ്മൾ നേരത്തെ പഠിച്ച ഏതായിരുന്നു, റീകോയിൽ ഓഫ് ഗണ്ണും ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മൊമെൻറ്റത്തിൻ്റെ ആപ്ലിക്കേഷനാണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ പഠിക്കണം. സോ നമ്മളിന്ന് പഠിച്ച ടോപ്പിക്കുകളൊന്ന് മനസ്സിലാക്കി വെക്കുക. ഞാൻ ഈ പോർഷൻസ് ഈ ഒരു ചാപ്റ്ററിനെ 2 സെക്ഷനായിട്ടാണ് എടുക്കുന്നത്. ഒരു സെക്ഷൻ ലോസ് ഓഫ് മോഷനും നമ്മൾ ഈ പറഞ്ഞ ആപ്ലിക്കേഷനുമായിട്ട് ഇതുവരെ എടുത്തു. ഇനി സെക്കൻഡ് സെക്ഷൻ ഫ്രിക്ഷനും അതേപോലെ തന്നെ നമ്മുടെ സർക്കുലർ മോഷനും. ഫ്രിക്ഷൻ നിങ്ങൾക്കറിയാം, ഫ്രിക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെൻ 2 bodies ആർ മൂവിങ് ടുഗദർ, if there is a relative motion between 2 surfaces, ഒരു ബോഡി മറ്റൊരു ബോഡിയുടെ മുകളിലൂടെ മൂവ് ചെയ്യുമ്പോൾ അവിടെ ഒരു ഫോഴ്സ് ഉണ്ടാവുന്നു ടു ഒപ്പോസ് ദ മോഷൻ. ഇപ്പോൾ ഒരു എക്സാമ്പിൾ ഞാൻ പറയാം. എൻ്റെ കയ്യിലിരിക്കുന്ന മൊബൈലുണ്ട്, ഞാൻ അതിനെ ഇങ്ങനെ മൂവ് ചെയ്യിക്കുകയാണ്. അപ്പോൾ ഞാൻ ഇങ്ങനെ മൂവ് ചെയ്യിക്കുമ്പോൾ അത് മൂവ് ചെയ്യലേന്ന് പറഞ്ഞ് എൻ്റെ ഈ പാം ഇതിന് ഒരു ഒപ്പോസിഷൻ ഫോഴ്സ് കൊടുക്കുന്നുണ്ട്. ആൻഡ് ദാറ്റ് ഒപ്പോസിഷൻ ഫോഴ്സ് വെൻ 2 bodies ആർ ഇൻ മോഷൻ, വെൻ എ ബോഡി ഈസ് മൂവിങ് ടു അനദർ or when a body is moving എന്താ പറയുക surface of another body, then there is a opposition offered by the one body to another. ആ ബോഡി മൂവ് ചെയ്യാതിരിക്കാൻ വേണ്ടി താഴ്ത്തിരിക്കുന്ന ബോഡി മുകളിലത്തെ ബോഡി മൂവ് ചെയ്യാതിരിക്കാൻ വേണ്ടി ഒരു ഒപ്പോസിഷൻ ഫോഴ്സ് കൊടുക്കുന്നുണ്ട്. ആൻഡ് ദാറ്റ് ഒപ്പോസിഷൻ ഫോഴ്സ് ഈസ് കോൾഡ് ഫ്രിക്ഷൻ എന്ന് പറയുന്നു. So when 2 bodies are in motion, one of the body is giving an opposition force to another body to resist the motion, വേണമെങ്കിൽ പറയാം, അല്ലെങ്കിൽ to resist the movement, and that opposition force is known as friction എന്ന് പറയുന്നു. മക്കൾ, ഈ ഫ്രിക്ഷൻ കൂടിയാലും പ്രശ്നമാണ്, കുറഞ്ഞാലും പ്രശ്നമാണ്. എക്സാമിന് ചോദിക്കുന്ന ഇമ്പോർട്ടൻ്റ് ആയ ഒരു ക്വസ്റ്റ്യൻ ആണ്, ഫ്രിക്ഷൻ ഈസ് എ നെസസറി ഈവിൾ, എന്തുകൊണ്ടാണ് എന്ന് ചോദിക്കാറുണ്ട്. ഫ്രിക്ഷൻ ശരിക്കും പറഞ്ഞാൽ കൂടാനും പാടില്ല, കുറയാനും പാടില്ല. ഫ്രിക്ഷൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കൂടിക്കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? സിമ്പിളാണ്. നമ്മൾ വീടുകളിൽ പഴം കഴിച്ചിട്ട് പഴുത്തൊലി വലിച്ചെറിയും, നമ്മളറിയില്ല, നമ്മൾ കുറച്ച് നേരം കഴിഞ്ഞിട്ട് വലിച്ചെറിഞ്ഞത് ചുറ്റിക്കഴിഞ്ഞ് ആ പഴുത്തൊലിയുടെ മുകളിലൂടെ ചവിട്ടും, നമ്മളങ്ങോട്ട് തീറ്റിപ്പോവും. ഇത് തന്നെ ഫ്രിക്ഷൻ. അവിടെ ഫ്രിക്ഷൻ കുറഞ്ഞു പഴുത്തൊലിയിലൂടെ. അന്ന് ഫ്രിക്ഷൻ കൂടിയാൽ എന്ത് സംഭവിക്കും? നിങ്ങൾക്കറിയാം ഫ്രിക്ഷൻ കൂടിയാൽ എന്ത് സംഭവിക്കുന്നു? നമ്മുടെ റോളിങ് വീലുള്ള ഗേറ്റുകളൊന്നും മൂവ് ചെയ്യാൻ നോക്കിയാൽ മഴക്കാലം കിരികിരി കരകരപ്പുണ്ടാവും. അതാണ് ഫ്രിക്ഷൻ്റെ കൂടാനും പാടില്ല, കുറയാനും പാടില്ല. നമ്മുടെ കൈകളിൽ കുറേ ലൈൻസ് ഉണ്ട്, നിങ്ങൾ കണ്ടിട്ടുണ്ടല്ലോ. ഈ ലൈൻസ് കൈ എന്തിനാണ് നമുക്ക് ഈ ലൈൻസ്? നമുക്ക് ഹോൾഡ് ചെയ്യാനാണ്, സാധനം ഹോൾഡ് ചെയ്യാൻ വേണ്ടിയാണ്. ഇതില്ലെങ്കിൽ നമുക്ക് ഫ്രിക്ഷൻ കുറവ് കാരണം നമുക്കത് വിട്ടുപോകും, നമുക്കൊന്നും ഹോൾഡ് ചെയ്യാൻ പറ്റില്ല. ഈ ബോർഡിനകത്ത് ഞാൻ ഈ വരച്ചേക്കുന്ന ഈ എഴുതിയേക്കുന്നതൊക്കെ അവിടെ തന്നെ ഇങ്ങനെ സ്റ്റിക്ക് ഓൺ ചെയ്തിരിക്കുന്നത് എന്തുകൊണ്ടാണ്? അത് എൻ്റെ ചോക്ക് ഈ ബോർഡിനകത്ത് ഫ്രിക്ഷൻ കാരണം, ഫ്രിക്ഷൻ അവിടെ ഉണ്ട്. ആ ഫ്രിക്ഷൻ അധികം ഫ്രിക്ഷനൊന്നുമില്ല, അപ്പോൾ ഒരുപാട് ഫ്രിക്ഷനുമില്ല, എന്നാൽ ഒരുപാട് ഫ്രിക്ഷൻ കുറവുമില്ല. അപ്പോൾ ഫ്രിക്ഷൻ കുറഞ്ഞു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കുന്നു? അതുപോലെ തന്നെ നമ്മൾ തറയിലൊക്കെ എണ്ണയോ ഓയിലോ വീണ് കഴിഞ്ഞാൽ നമ്മളിങ്ങനെ സ്മൂത്തായിട്ട് പോകും. കാരണം എന്തുകൊണ്ടാണ്? നമ്മളത്
ഫ്രിക്ഷൻ കുറഞ്ഞതുകൊണ്ട്. നിങ്ങൾ വണ്ടർലയിലൊക്കെ പോവുകയാണെങ്കിൽ, അമ്യൂസ്മെൻറ്റ് പാർക്കുകളിൽ എവിടെ വേണേലും നിങ്ങൾ പോവുകയാണെങ്കിൽ അവിടുത്തെ നിങ്ങൾ സ്ലൈഡിങ് ഒക്കെ കണ്ടിട്ടുണ്ട്. മുകളിൽ നമ്മൾ 8 പോലത്തെ O പോലത്തെ ഷേപ്പിലുള്ളതൊക്കെ നമ്മൾ 8-ലൊക്കെ നമ്മൾ സ്ലൈഡ് ചെയ്യും. അവർ സ്ലൈഡ് ചെയ്യുന്ന 2 കാര്യങ്ങൾ അവിടെ യൂസ് ചെയ്യുന്നു. ഒന്ന്, അവർ യൂസ് ചെയ്തേക്കുന്നത് പ്ലാസ്റ്റിക്കാണ് അല്ലേ, പ്ലാസ്റ്റിക് പോലെ ഏതൊരു മെറ്റീരിയൽ. 2, അവർ വെള്ളവും കൂടി എന്ത് ചെയ്യുന്നുണ്ട്, സ്ലൈഡിങ് കൂട്ടാൻ വേണ്ടി, ഫ്രിക്ഷൻ കുറക്കാൻ വേണ്ടി വെള്ളവും കൂടി എന്ത് ചെയ്യുന്നുണ്ട്, ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതാണ് ഫ്രിക്ഷനെ കുറിച്ച് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം. ഫ്രിക്ഷന് അഡ്വാൻറ്റേജും ഉണ്ട്, ഡിസഡ്വാൻറ്റേജും ഉണ്ട്. അത് നിങ്ങൾ കണ്ടെത്തിക്കോണം. ഡിസഡ്വാൻറ്റേജ് അഡ്വാൻറ്റേജും കമ്പൈൻ ചെയ്തിട്ട് നമുക്ക് പറയാം. ബോത്ത് അഡ്വാൻറ്റേജ് ആൻഡ് ഡിസഡ്വാൻറ്റേജ് ഹാസ് എ ഫ്രിക്ഷൻ. സോ ഫ്രിക്ഷൻ ഇസ് എ നെസസറി ഈവിൾ. അത്യാവശ്യമായ ഈവിളാണ് ഫ്രിക്ഷൻ എന്ന് പറയാം. ഫ്രിക്ഷൻ മെയിനായിട്ട് നമുക്ക് 2 ക്ലാസിഫൈ ചെയ്യുന്നത്. 1 സ്റ്റാറ്റിക് ഫ്രിക്ഷൻ, 2 കൈനറ്റിക് ഫ്രിക്ഷൻ. സ്റ്റാറ്റിക് ഫ്രിക്ഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ റെസ്റ്റിലാണ്, ഒരു ബോഡി റെസ്റ്റിലാണ്, ആ ബോഡിക്ക് അപ്പം ഉണ്ടാവുന്ന ഒരു ഫ്രിക്ഷനാണ് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ. ഏത് ബോഡി റെസ്റ്റിലാണെങ്കിൽ അയാൾ ആ ബോഡിയുമായിട്ടൊരു ഫ്രിക്ഷൻ ഉണ്ടാക്കും. അതിനെയാണ് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ എന്ന് പറയുന്നത്. ഇനി വേറൊരു ബോഡിയുണ്ട്, ഞാൻ മൂവ് ചെയ്യാണ്, ആ മൂവ് ചെയ്യുമ്പോൾ അവിടെ വരുന്ന ഫ്രിക്ഷനാണ് കൈനറ്റിക് ഫ്രിക്ഷൻ എന്ന് പറയുന്നു. കൈനറ്റിക് ഫ്രിക്ഷൻ ഈസ് 2 types. 1 is സ്ലൈഡിങ് ഫ്രിക്ഷൻ ആൻഡ് സെക്കൻഡ് 1 is റോളിംഗ് ഫ്രിക്ഷൻ. സ്ലൈഡിംഗ് എന്ന് പറഞ്ഞാൽ എന്താ, വെൻ എ ബോഡി സ്ലൈഡ് ഓവർ അനദർ ബോഡി, ഒരു ബോഡി മറ്റൊരു ബോഡിയുടെ മുകളിലൂടെ സ്ലൈഡ് ചെയ്യുന്നു, അപ്പോൾ ഉണ്ടാവുന്നതാണ് സ്ലൈഡിംഗ് ഫ്രിക്ഷൻ എന്ന് പറയുന്നു. വെൻ എ ബോഡി റോൾസ് ഓവർ അനദർ ബോഡി, ഉരുണ്ടു പോകുന്നു, റോൾ ചെയ്യുന്നു. ഇപ്പോൾ ടയറൊക്കെ റോൾ ചെയ്യുന്നതാണല്ലോ, ബെയറിംഗ്, ബോൾ ബെയറിംഗ്. ശരിക്കും സിമ്പിൾ എക്സാമ്പിൾ അതാ, ബോൾ ബെയറിങ്സ് ആണ് ഇവിടെ പറയുന്നത്. നിങ്ങൾ കണ്ടിട്ടുണ്ടോ ബോൾ ബെയറിങ്സ് എന്ന് പറഞ്ഞാൽ? നമ്മുടെ ഫാനിലൊക്കെ ഉണ്ട് ബോൾ ബെയറിങ്, ഒരു റൗണ്ട് പോലത്തെ സാധനം. എന്നിട്ട് അതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ഇരിക്കും. അത് ഏകദേശം എനിക്ക് വരക്കാൻ അറിയില്ല. ഇങ്ങനെ ഇരിക്കുമ്പോഴേക്ക് ഇവിടെയൊക്കെ കുറേ ബോൾസ് ഉണ്ടാവും. ഇവിടെ വരുന്നതാണ് റോളിംഗ് ഫ്രിക്ഷൻ എന്ന് പറയുന്നു, റോളിംഗ് ഫ്രിക്ഷൻ. സോ ഇതെല്ലാം നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കുകളാണ്, സ്ലൈഡിംഗ് ഫ്രിക്ഷൻ, റോളിംഗ് ഫ്രിക്ഷൻ എന്ന് പറയുന്നു. ഫ്രിക്ഷൻ കൂടിയാൽ പ്രശ്നമാണെന്ന് ഞാൻ പറഞ്ഞു. ഇതുമായി ബന്ധപ്പെട്ട 1-2 കാര്യങ്ങൾ അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. ഫ്രിക്ഷൻ കുറഞ്ഞാലും പ്രശ്നമാണെന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞു. ഇനി ഫ്രിക്ഷനിൽ കൂടിക്കഴിഞ്ഞാൽ കുറക്കാനായിട്ട് വളരെ എളുപ്പമാണ്. ഭയങ്കരമായിട്ട് കൂടി, ഇപ്പോൾ വണ്ടി 2 വീലറും മെയിൻ 2 വീലർ ബൈക്കുകളിലൊക്കെ ചെയിൻ യൂസ് ചെയ്യുന്നു. ഇപ്പോൾ സൈക്കിളാണെങ്കിൽ ചെയിൻ യൂസ് ചെയ്യുമ്പോൾ ചില സിറ്റുവേഷനിലൊക്കെ എത്ര ചവിട്ടിയാലും മുന്നോട്ട് പോകും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്ന അറിയാമോ, ഒന്നില്ലെങ്കിൽ ഗ്രീസ് ഇട്ട് കൊടുക്കും ആ ചെയിനിൽ, അല്ലെങ്കിൽ ഓയിൽ ആഡ് ചെയ്യും അല്ലേ. അപ്പോൾ ഓയിലോ ഗ്രീസോ ഇടുന്നത് നമ്മുടെ സ്മൂത്തിങ് ആവാൻ വേണ്ടിയാണ്. അതേപോലെ തന്നെ നമ്മൾ ഫോർ എക്സാമ്പിൾ എന്താ പറയുക, സ്ക്രൂ നട്ടും ബോൾട്ടൊക്കെ പെട്ടെന്ന് കയറാൻ വേണ്ടി നമ്മൾ സ്ക്രൂ ഇടും. അതേപോലെ ഫാൻ കരകര സൗണ്ട് വരുമ്പോൾ ഇലക്ട്രീഷ്യനെ നമ്മൾ വിളിക്കും. അപ്പോൾ ഇലക്ട്രീഷ്യൻ വന്നിട്ട് ഫാൻ്റെ ലീവ്സൊക്കെ ഊരിയിട്ട് എന്ത് ചെയ്യും, ഫാൻ്റെ ഇങ്ങനത്തെ ആ വൈൻഡിങ് ഇരിക്കുന്ന ഭാഗം ഉണ്ടല്ലോ, അത് ഊരിയിട്ട് എന്ത് ചെയ്യും, ആ വൈൻഡിങ്ങിൻ്റെ അവിടെ ഒരു ബോൾ ബെയറിംഗ് ഉണ്ട്, അതിനകത്ത് കുറച്ച് വാക്സോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള ഗ്രീസോ അതിനകത്ത് ഇട്ടിട്ട് മൂടുമ്പോൾ ആ സൗണ്ട് പോകും. അപ്പോൾ ഇതൊക്കെ ഫ്രിക്ഷൻ കൂടുമ്പോൾ ഉണ്ടാവുന്ന പ്രോബ്ലംസ് ഒഴിവാക്കാനായിട്ട് നമ്മൾ എന്തെങ്കിലുമൊക്കെ ഒബ്ജക്റ്റുകൾ ആഡ് ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ ഗ്രീസോ ഓയിലോ വാക്സോ എന്തെങ്കിലുമൊക്കെ, നമ്മൾ വാക്സ് ആഡ് ചെയ്യാറില്ല, മെജോറിറ്റി നമ്മൾ ഓയിലും ഗ്രീസും ഒക്കെ യൂസ് ചെയ്യണം. ഈ കൂട്ട ആളുകളെ നമ്മൾ വിളിക്കുന്ന പേരാണ് ലൂബ്രിക്കൻസ് എന്ന് പറയുന്നത്. സോ ലൂബ്രിക്കൻസ് എന്തിനാണ് ഉപയോഗിക്കുന്നത്? ടു റെഡ്യൂസ് ദ ഫ്രിക്ഷൻ കുറക്കാനായിട്ടുള്ള എന്തോ ഒരു ടൂളായിട്ടാണ് ലൂബ്രിക്കൻസ് ഉപയോഗിക്കുന്നത്. സോ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ലൂബ്രിക്കൻസ് എന്ന് പറയുന്ന ആ ഒരു ടേമും കൂടി നിങ്ങളൊന്ന് ഓർത്തിരിക്കണം. ഓക്കെ, നമുക്കപ്പോൾ അടുത്ത ക്ലാസ്സിൽ ഫ്രിക്ഷൻ്റെ ഒരു 2-3 കാര്യങ്ങളും കൂടി നമ്മൾ പഠിച്ചു കഴിഞ്ഞതിന് ശേഷം ലോസ് ഓഫ് ഫ്രിക്ഷൻ കഴിഞ്ഞാൽ നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് സർക്കുലാർ മോഷനാണ്. ഒരു കർവ് റോട്ടിലെത്തുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും, അതുപോലെ തന്നെ ഹൈ റേഞ്ചിലൊക്കെ പോകുമ്പോൾ നമ്മൾ എങ്ങനെയാണ് അവിടെ വെഹിക്കിൾ ഓടിക്കുമ്പോൾ റോഡ് എങ്ങനെയാണ് അറേഞ്ച് ചെയ്തേക്കുന്നത്. ഈ 2 ടോപ്പിക്കും കൂടി കഴിഞ്ഞാൽ നമ്മുടെ ഈ ചാപ്റ്റർ കംപ്ലീറ്റ് ചെയ്യും. ഓക്കെ, സോ നമുക്ക് ഈ 2 കാര്യം കൂടി നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, ബൈ ഓൾ.